ഹായ് ഓൾ, വെൽക്കം ടു സ്കോർ അക്കാഡമി. കുട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB NTPC CBT 1 അതായത് ടയർ 1 എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. 2021 ജനുവരി 4 തീയതി ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റ് 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതെങ്കിലും നമ്മൾ വീക്കർ എന്ന് അറിയാൻ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ സ്ഥിരമായിട്ട് ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, first question is, a mango kept in a basket doubles every 1 minute. If the basket gets completely filled by mangoes in 30 minutes, then in how many minutes half of the basket was filled? Okay, വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ക ലോജിക്കൽ ചോദ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, എ മാംഗോ കെപ്റ്റ് ഇൻ എ ബാസ്കറ്റ് ഡബിൾസ് എവരി 1 minute. ഓരോ മിനിറ്റിലും ആ ബാസ്കറ്റിലുള്ള മാംഗോ ഇങ്ങനെ ഡബിളായി ഇരട്ടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇഫ് ദ ബാസ്കറ്റ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് ബൈ മാംഗോസ് ഇൻ 30 minutes, 30 മിനിറ്റ് കൊണ്ട് ആ ബാസ്ക്കറ്റ് ഫില്ലായി കഴിഞ്ഞാൽ ദെൻ ഹൗ മെനി മിനിറ്റ്സ് ഹാഫ് ഓഫ് ദ ബാസ്ക്കറ്റ് വാസ് ഫിൽഡ്. അപ്പം എത്ര മിനിറ്റ് കൊണ്ടായിരിക്കും ആ ബാസ്ക്കറ്റ് പകുതി നിറഞ്ഞിരിക്കുന്നത്? അല്ലേ, വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ മിനിറ്റിലും മാംഗോസ് ഇങ്ങനെ ഡബിളായി ഇരട്ടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, അപ്പോൾ എക്സാമ്പിൾ ആയിരിക്കുകയാണ്, ആദ്യത്തെ 0 മിനിറ്റിൽ ആ ബാസ്ക്കറ്റിൽ എന്താണ് ഒരു മാംഗോ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെങ്കിൽ 1 മിനിറ്റ് ആകുമ്പോൾ ആ മാംഗോ ഇരട്ടിയാകും. അല്ലേ, ആ ഒരു ബാസ്ക്കറ്റിൽ 2 മാംഗോസ് വരും, 2 മാങ്ങകൾ വരും. അല്ലേ, വീണ്ടും രണ്ടാമത്തെ മിനിറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബാസ്ക്കറ്റിൽ 4 മാംഗോസ് വരും. അല്ലേ, വീണ്ടും മൂന്നാമത്തെ മിനിറ്റ് ആകുമ്പോൾ അവിടെ 8 മാംഗോ വരും. അല്ലെ, ഡബിളായി ഇരട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, അതുപോലെ 4ാമത്തെ മിനിറ്റ് ആകുമ്പോൾ അവിടെ 16 മാംഗോസ് ഉണ്ടാകും. അതുപോലെ 30 മിനിറ്റ് ആയപ്പോൾ ആ ബാസ്ക്കറ്റ് ഫില്ലായി. അല്ലേ, ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ എത്ര മിനിറ്റിലാണ് ആ ബാസ്ക്കറ്റ് പകുതി നിറഞ്ഞിരിക്കുന്നത് ചോദ്യം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇരട്ടിയായി കൊണ്ടിരിക്കും. ഓരോ മിനിറ്റിലും ഇരട്ടിയായി വരുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, നേരെ 29ാമത്തെ മിനിറ്റിലായിരിക്കും ആ ബാസ്ക്കറ്റ് നേരെ പകുതി ആയിട്ടുള്ളത്. അല്ലേ, സംശയമില്ലല്ലോ. ഓരോ മിനിറ്റ് കഴിയുമ്പം ഇരട്ടിയായി വരും. അപ്പോൾ 29 മിനിറ്റിൽ പകുതി ആണെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോൾ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കും. സംശയം വേണ്ട. ഉത്തരം എന്ത് കിട്ടുന്നു? ഓപ്ഷൻ ബി 29. വളരെ സിമ്പിൾ ചോദ്യം, പക്ക ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ബനാന പ്രൈസ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ലിച്ചി. അപ്പം ലിച്ചി എന്ന് പറയുന്ന ഫ്രൂട്ടിനെ കാട്ടി ബനാനയ്ക്കാണ് വില കൂടുതൽ. അല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡറിങ്, അല്ലെ, അറേഞ്ച്മെന്റ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു കാരണവശാലും ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യാൻ പാടില്ല. എന്താ പറയുന്നത്? ബനാനയുടെ വില ലിച്ചിനെ കാട്ടിയും കൂടുതലാണെങ്കിൽ നോർമൽ എല്ലാവരും എന്ത് ചെയ്യും? ബനാനയ്ക്ക് ലിച്ചിനെ കാട്ടിയും കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു സിമ്പിൾ കൊടുക്കാറുണ്ട്. അല്ലേ, അപ്പം അങ്ങനെ കൊടുക്കരുത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവസാനം റീഅറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഓർഡറിങ് പോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുക കേട്ടോ. വെർട്ടിക്കലി അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എളുപ്പം നമുക്ക് കാണുന്നതിന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും ഹൈറ്റ്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ, ഒന്നുകിൽ ഹൈറ്റ് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് വൈസ് ആയിരിക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും മുകളിലുള്ള ആൾക്കായിരിക്കും എന്താണ് ഏറ്റവും ഹൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും വില കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലേ, അപ്പോൾ ഇങ്ങനെ ദിവസം എപ്പോഴും വെർട്ടിക്കലി പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. എന്താ പറയുന്നത്? ബനാനയുടെ വില ലിച്ചിനെ കാട്ടിയും കൂടുതലാണ്. അല്ലേ, അപ്പം ബനാന മുകളിൽ വെക്കുക, ലിച്ചിനെ താഴെ വെക്കുക. ഓക്കെ, ബി എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? സെക്കൻഡ് എന്താ പറയുന്നത്? ബനാന പ്രൈസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കിവി. ബനാന പ്രൈസ് കിവിനെ കാട്ടി കുറവാണ്. അപ്പോൾ ഉറപ്പായിട്ടും കിവി മുകളിൽ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കിവി ഫുഡിനാണ് ബനാന കാട്ടിയും വില കൂടുതൽ. ഓക്കെ, അപ്പം ഇവിടെ നോക്കാൻ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ വില കിവിക്കാണ്, സെക്കൻഡ് ബനാന, തേർഡ് ലിച്ചിയാണ്. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് കിവി പ്രൈസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ബനാന ആൻഡ് ലിച്ചി. ഓക്കെ, മൂന്നാമത്തെ പറയുന്നത് കിവിയുടെ വില ബനാനയെക്കാട്ടിയും, അല്ലേ, ബനാനയെക്കാട്ടിയും ലിച്ചിനെക്കാട്ടിയും കൂടുതലാണ്. ഉറപ്പായിട്ടും കിവിയാണ് ഏറ്റവും മുകളിൽ വരേണ്ടത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ബോത്ത് 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ദെൻ 3 ഈസ്. ഇപ്പം ഒന്നാമത്തെ രണ്ടാമത്തെ ട്രൂ ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഓപ്ഷൻ എ വേഗ് ആണോ, ഓപ്ഷൻ ബി ട്രൂ ആണോ, ഓപ്ഷൻ സി അൺസേർട്ടൺ ആണോ, ഓപ്ഷൻ ഡി ഫോൾസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഉറപ്പാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും തമ്മിൽ, അല്ലെ, സെക്കൻഡും കൂടെ അറേഞ്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കിവി തന്നെയാണ് ഏറ്റവും വില കൂടിയ ഫ്രൂട്ട്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും ട്രൂ ആണെങ്കിൽ ഉറപ്പായിട്ടും തേർഡ് വൺ എന്തായിരിക്കും? അതും ട്രൂ തന്നെയല്ലേ. തേർഡ് വൺ കിവീസ് പ്രൈസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ബനാന ലിച്ചി. കൺഫേം ആണ്. എന്ന് പറയാം, ഓപ്ഷൻ ബി ട്രൂ ആണ്. ഓക്കെ, വേഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതും അൺസേർട്ടൺ. ഓക്കെ, ഉറപ്പില്ലാത്തതാണ് വേഗിന്റെ മീനിങ്. ഒരിക്കലും ഓപ്ഷൻ എ വരില്ല, ഓപ്ഷൻ സി വരില്ല, ഓപ്ഷൻ ഡിയും വരില്ല. കൺഫേം ആണ്. എന്താ? കിവിയുടെ വിലയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പം 3 ഈസ് ട്രൂ. സെറ്റ് അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെയും റാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം, റാങ്കിങ് ആൻഡ് ഓർഡറിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അല്ലേ,
ക്ലിയർ അല്ലേ? ശരി, നമുക്ക് നോക്കി എന്താ പറയുന്നത്. ഇൻ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് രാജേഷ് റാങ്ക്സ് 15th ഫ്രം ദ ടോപ്പ്. ഓക്കെ, രാജേഷ് റാങ്ക് ടോപ്പിൽ നോക്കുന്ന 15th ആണ്. അപ്പം നമുക്കറിയാം റാങ്ക് വൈസ് ആകുമ്പോൾ എപ്പോഴും ടോപ്പ് ടു ബോട്ടം എടുക്കുക. ഓക്കെ, ഇതിൽ രാജേഷിൻ്റെ റാങ്ക് എത്ര പറഞ്ഞേക്കുന്നത്? 15th, 15ാമത്തെ റാങ്ക്. അതിനർത്ഥം രാജേഷിന് മുന്നിൽ അവിടെ 14 പേരുണ്ട്. ഓക്കെ, ശരി, ബാക്കി നോക്കാം. ആൻഡ് പ്രകാശ് റാങ്ക്സ് 25th ഫ്രം ദ ബോട്ടം. ബോട്ടം നോക്കുമ്പോൾ അല്ലെ, ബോട്ടമിൽ നോക്കുമ്പോൾ ആര് നമ്മുടെ പ്രകാശിൻ്റെ റാങ്ക് എത്രയാണ്? 25. പ്രകാശിൻ്റെ റാങ്ക് 25ാമത്തെ റാങ്ക് ആണ്. അതിനർത്ഥം പ്രകാശിന് ശേഷം താഴോട്ട് 24 പേരും ഉണ്ടെന്നാണ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്താ പറയുന്നത്? ഗ്യാൻ ഈസ് ഓൺ ദ 10th പ്ലേസ് എഹെഡ് ഓഫ് പ്രകാശ്. പ്രകാശിനെ കാട്ടി എന്താണ് 10 റാങ്ക് മുകളിലാണ്, 10ാമത്തെ സ്ഥാനത്ത് അല്ലേ? ഗ്യാൻ ഈസ് 10th പ്ലേസ് എഹെഡ് ഓഫ് പ്രകാശ്. പ്രകാശിന് നോക്കുമ്പോൾ അല്ലേ, പ്രകാശിന് സ്ഥാനത്ത് നോക്കുമ്പോൾ ഗ്യാൻ്റെ സ്ഥാനം 10ാമത്തെ സ്ഥാനമാണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഗ്യാൻ കൊടുക്കാം അല്ലെ? ഗ്യാൻ കൊടുക്കാം. അങ്ങനെയെങ്കിൽ എന്താണ് പ്രകാശൻ സ്ഥാനം നോക്കുമ്പോൾ ഗ്യാന്റെ സ്ഥാനം 10ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഗ്യാനും പ്രകാശും ഇടയിൽ 9 പേരല്ലേ? 9 പേരാണ്. ഓക്കെ, പ്രകാശിന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ ഗ്യാന്റെ സ്ഥാനം 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഗ്യാനും പ്രകാശും ഇടയിൽ 9 പേരേ ഉള്ളൂ, 10ാം സ്ഥാനത്താണ്. ഓക്കെ, അതുപോലെ ഇഫ് there are 10 students between രാജേഷ് ആൻഡ് ഗ്യാൻ. ഈ രാജേഷിനും ഗ്യാനും ഇടയ്ക്ക്, ഇവർക്ക് 2 പേർക്കും ഇടയിൽ, രാജേഷിനും ഗ്യാനും ഇടയിൽ 10 പേരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ചോദ്യം then how many total students are there in the class? ഓക്കെ, അങ്ങനെയെങ്കിൽ മൊത്തം എത്ര പേരുണ്ടെന്ന് ചോദ്യം. ഓക്കെ, ഇപ്പൊ നോക്കിയ ടോപ്പിൽ നോക്കുമ്പോൾ രാജേഷ് വരെ അല്ലെ, രാജേഷ് വരെ 15 പേര്. ടോപ്പിൽ നോക്കുമ്പോൾ രാജേഷ് വരെ 15 പേര്. രാജേഷിനും ഗ്യാനും ഇടയ്ക്ക് 10 പേരുണ്ടല്ലോ. രാജേഷിനും ഗ്യാനും ഇടയ്ക്ക് 10 പേരുണ്ട്. പിന്നീട് ആരുണ്ട്? ഗ്യാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഗ്യാനും പ്രകാശിനും ഇടയിൽ 9 പേരുണ്ട്. അതുപോലെ പ്രകാശ് തൊട്ട് താഴോട്ട് എത്ര പേരുണ്ട്? 25 പേരുമുണ്ട്, 25 ആളുകളുമുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയായി? 15 10 25, 25 10 35, 25 എത്രയായി? 60 പേര്. 60 ഉണ്ട്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ എ 60. അപ്പം ഇവിടെ ജസ്റ്റ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഈ ഒരു സെന്റൻസ് ആണ്. ഗ്യാൻ ഈസ് ഓൺ ദ 10th പ്ലേസ് എഹെഡ് ഓഫ് പ്രകാശ്. പ്രകാശിന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ 10ാം സ്ഥാനത്താണ് അല്ലെ? 10 സ്ഥാനം മുന്നിലാണ് നമ്മുടെ ഗ്യാൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ഗ്യാനും പ്രകാശിനും ഇടയിൽ 9 പേരേ ഉള്ളൂ മനസ്സിലാക്കുക, അല്ലാതെ 10 പേരല്ല, അവർക്കുള്ള 9 പേരേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. പിക്ക് ദ ഓഡ് വൺ ഔട്ട് അല്ലെ, ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ആക്ച്വലി ലെറ്റേഴ്സും ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട മെയിൻലി 4 ടോപ്പിക്കിലാണ് ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലേ? ഒന്ന് ഈ പറയുന്ന ഓഡ് മാൻ ഔട്ട് അല്ലെ, ഓഡ് മാൻ ഔട്ടിൽ ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? ഓഡ് മാൻ ഔട്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? അനലോഗിയിൽ എന്താണ് ലെറ്റേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ അവിടെ ഉണ്ട് നമ്മുടെ ലെറ്റർ സീരീസ് ഉണ്ട്. ലെറ്റർ സീരീസ് നമ്മുടെ ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ എന്താണ് നമ്മുടെ കോഡിങ് കേട്ടോ, കോഡിങ് ആൻഡ് ഡീകോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ് കാര്യം കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പം 4 ടോപ്പിക്കിലും ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉപേക്ഷയും കൂടാതെ കറസ്പോണ്ടിങ് നമ്പേഴ്സ്, ഒരു ഉപേക്ഷയും കൂടാതെ ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ട് നമ്പേഴ്സ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇജോട്ടി എന്ന വാക്ക് വെച്ച് ഉറപ്പായിട്ടും പഠിക്കാൻ സാധിക്കും. കൂടാതെ എന്താണ് നമ്മുടെ ഓപ്പോസിറ്റ് പേഴ്സും കൂടെ ഉറപ്പായിട്ടും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. കാര്യം 4 ടോപ്പിക്കിൽ ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് ആൻസറിലേക്ക് എത്തണം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാക്സിമം കുറച്ച് എഴുത്തൊക്കെ ഒഴിവാക്കി നമുക്ക് അതിലേക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ശരി, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുക. ഇപ്പം 4 പേരിൽ ഒരാളാണ് ഒറ്റയാൻ അല്ലെ, ഓഡ് വൺ അതാണ്. ദാറ്റ് മീൻസ് 3 പേർക്ക് ഒരേ പാറ്റേണും ഒരാൾ എന്താണ് ഡിഫറെൻ്റ് ആളാണ്, അയാൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ MNKL. ഓക്കെ, ഇപ്പോൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എന്താണ് എല്ലാം അടുത്തടുത്ത് ലെറ്റേഴ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു നോക്കിയതിന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ എഴുത്തൊഴിവാക്കി ക്യാൻസലൊക്കെ എത്താൻ ശ്രമിക്കണം. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം എഴുതാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് എഴുതാൻ ശ്രമിക്കുക. അതായത് M എത്രയാണ്? M 13ാമത്തെ ആള്, N 14, K 11, L 12 അല്ലേ? അപ്പോൾ നോക്കുമ്പം ആദ്യമേ 13 14 +1, 14 11 -3, വീണ്ടും +1 അല്ലേ? അപ്പോൾ +1 -3 +1 അതാണ് അവിടുത്തെ പാറ്റേൺ. ഇവിടെ നോക്കി IJ ഓപ്ഷൻ, ഇത് ഓപ്ഷൻ എ ആട്ടോ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി എന്താ? IJGH. ഓക്കെ, അപ്പോൾ I നമുക്കറിയാം I 9 അല്ലേ, J 10, G 7, H 8 അല്ലേ? അവിടെ കണ്ടോ +1
-3 + 1. അപ്പോൾ ഓപ്ഷൻ എയും ബിയും ഒരേ പാറ്റേൺ ആണ്. സി എടുക്കുവാണെങ്കിൽ ഓക്കെ EFCD അല്ലെ EFCD ആണ്. ഓക്കെ E5 ഓക്കെ F6 C3 D4 അവിടെയും +1 -3 അല്ലേ +1 ഉറപ്പിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി തന്നെയാണ് റൈറ്റ് ആൻസർ. ഓക്കെ അപ്പോൾ 3 പേരും സെയിം അല്ലെങ്കിൽ മീൻസ് 3 പേരും ഒരേ പേരാണെങ്കിൽ ഉറപ്പായിട്ട് ഓപ്ഷൻ ഡി തന്നെ റൈറ്റ് ആൻസർ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. O15 ആണ്, P16 Q17 6 പറഞ്ഞല്ലേ. ഇവിടെ എല്ലാം പക്ക കൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് ആണ് OPQR എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് പറയാം ഓപ്ഷൻ ഡി തന്നെ റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഈ നമ്പേഴ്സ് എഴുതുന്നതിന് പകരം ഓടിച്ച് ഓപ്ഷൻസ് നന്നായിട്ട് വായിച്ച് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്പേഴ്സ് എഴുതിയാൽ മതിയാകും. ഓക്കെ അപ്പം അനാവശ്യമായിട്ട് സമയം കളയരുത്. എത്ര പേര് ഒഴിവാക്കുന്നു അത്ര സമയം ലാഭം കിട്ടും. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ ശരി, ക്ലിയർ ആണെന്ന് വരുന്നു. മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ ഇൻ എ സിംബോളിക് ലാംഗ്വേജ് സൂറത്ത് ഈസ് എ ഹോട്ട് പ്ലേസ് ഈസ് റിട്ടൺ ആസ് എ ഹോട്ട് ഈസ് പ്ലേസ് സൂറത്ത്. ഓക്കെ നമ്മുടെ എന്താണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് കേട്ടോ. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസിന്റെ അതേ വാക്കുകൾ തന്നെയാണ് കോഡിലും കൊടുത്തിരിക്കുന്നത് അല്ലേ. സൂറത്ത് ഈസ് എ ഹോട്ട് പ്ലേസ് ഈസ് റിട്ടൺ ആസ് എ ഹോട്ട് ഈസ് പ്ലേസ് സൂറത്ത്. ഓക്കെ അപ്പം മനസ്സിലാക്കാൻ പറ്റും ഇവരെന്താണ് തമ്മിൽ അല്ലെ റീഅറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ റീഅറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് തന്നിരിക്കുന്ന വാക്കുകൾ. ഓക്കെ ശരി. അതുപോലെ നെക്സ്റ്റ് വാട്ടർ വേപ്പർ ടു എയർ ഹിയർ ഈസ് റിട്ടൺ ആസ് ടു എയർ വേപ്പർ ഹിയർ വാട്ടർ. മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് എന്താ വാക്കുകൾ എന്നാണ് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? then in the same language Shimla is a hill place would be written as കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് സമയം കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആവശ്യമുള്ള ആൾക്കാരെ മാത്രം എടുത്ത് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ഫസ്റ്റ് നോക്കിയേ സൂറത്ത് എന്ന വാക്ക് ഓക്കെ കോഡിൽ എവിടെ കിടന്ന് മനസ്സിലാക്കുക. എവിടെയാണ് ഉള്ളത്? കണ്ടോ ഫസ്റ്റിൽ കിടക്കുന്ന സൂറത്ത് നമ്മുടെ കോഡിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് സ്ഥാനത്ത് അല്ലേ. മൊത്തം 5 വാക്കുകളുണ്ട്. 5ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ നെക്സ്റ്റ് വാട്ടർ വേപ്പർ. അവിടെ ഫസ്റ്റ് വാക്ക് വാട്ടർ ആണ്. ഓക്കെ കോഡിലേക്ക് വന്നപ്പോൾ അവിടെ ലാസ്റ്റ് ആണ് വാട്ടർ കിട്ടുന്നത്. ലാസ്റ്റ് പ്ലേസിൽ വാട്ടർ വന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസറിലേക്ക് പോകുമ്പോൾ ഈ ഫസ്റ്റ് ഷിമ്മിൽ എവിടെ പോകണം? ലാസ്റ്റ് പ്ലേസിൽ പോകണം. അതുകൊണ്ട് കണ്ടോ ഓപ്ഷൻ ബിയിലുമുണ്ട് സിയിലുമുണ്ട്. ഡയറക്റ്റ് പറയാം ഓപ്ഷൻ എയും ഡിയും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. ഓക്കെ ഇനി നോക്കുമ്പോൾ എന്താ ഓപ്ഷൻ ബിയിലും സിയിലും കണ്ടോ ഈസ് ഉണ്ടോ. ഈസിന്റെ സ്ഥാനമാണ് മെയിനിൽ മാറി കിടക്കുന്നത്. അപ്പം അയാൾ നോക്കിയാൽ മതിയാകുമല്ലോ. ഓക്കെ ശരി അങ്ങനെയെങ്കിൽ അപ്പം ഷിംല ഈസ് ഓക്കെ ഇവിടുത്തെ സെക്കൻഡ് പ്ലേസിലുള്ള നമ്മുടെ ഈസിന് സ്ഥാനം കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് വാക്കിൽ സെൻറ്റൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സൂറത്ത് ഈസ് സെക്കൻഡ് പ്ലേസ് ഈസ് ഉണ്ട്. കോഡിലേക്ക് പോയപ്പോൾ അവിടെ എന്താ 3ാം സ്ഥാനത്തിലേക്കാണ് ആ ഈസ് റീപ്ലേസ് അല്ലെങ്കിൽ റീഅറേഞ്ച് ആയിരിക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ എന്ത് വേണം? ഈ ഷിംല ഈസ് ഉള്ള ഈ ഈസ് വാക്ക് എന്ന് പറഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് പോകണം. അതെവിടെ ഉള്ളത്? ഓപ്ഷൻ സിയിലല്ല ഓപ്ഷൻ ബിയിലാണോ. ഇത്രയും മതി. അപ്പം മാക്സിമം എഴുത്തൊഴിവാക്കി ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. നന്നായിട്ട് സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ അനാവശ്യം ഫുൾ എഴുതി സമയം കളയാതെ പലരും എന്ത് വെച്ചാൽ ഇങ്ങനെ എഴുതും അല്ലേ. സൂറത്ത് ഈസ് എ ഹോട്ട് പ്ലേസ് എന്ന് എഴുതിയിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇവരെ സ്ഥാനം മനസ്സിലാക്കാൻ ശ്രമിക്കും അല്ലേ. എ ഹോട്ട് ഈസ് പ്ലേസ് സൂറത്ത് എന്നാണ് നമ്മുടെ കോഡ് അല്ലേ. നമ്മുടെ കോഡ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ സൂറത്ത് ഇവിടെയാണ് അല്ലേ. എ ഇവിടെയാണ് ഈസ് ഇവിടെയാണ് ഹോട്ട് കണ്ട് ഇങ്ങനെയൊക്കെ അസൈൻ ചെയ്യാൻ ശ്രമിക്കും. ഇതൊക്കെ സത്യം മണ്ടത്തരമാണ്. ഇങ്ങനെ ഒരു സമയങ്ങൾക്ക് കാര്യമില്ല. ഓക്കെ ആവശ്യമുള്ള ആൾക്കാരെ മാത്രം എടുത്ത് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ഓക്കെ അങ്ങനെ പ്രാക്ടീസ് ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ശരി മുന്നോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് ടൈം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടൈം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടൈം. ഓക്കെ ഇവിടെ ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് നമ്മുടെ ലെറ്റർ അനലോഗിയിലെ ചോദ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കറസ്പോണ്ട് നമ്പേഴ്സ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം എങ്ങനെ സെക്കൻഡ് ടൈം എന്ന് മനസ്സിലാക്കുക. അതേ രീതിയിൽ തേർഡ് ടൈം ഫോർത്ത് ടൈം ആകും. ഓക്കെ അപ്പം ഓർക്കുക വീണ്ടും പറയുവാണ് ഇവരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലെറ്റേഴ്സിൽ കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുക. അല്ലാതെ ഫുള്ള് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഈ ബിയും എസും ഒക്കെ BST എന്ന സമയം കളയരുത്. ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം ആവശ്യമുള്ള എഴുതിയാൽ മതി. അത് ബി ഇവിടെ 2 ആണ്, എസ് 19, T 20, N 14. ഓക്കെ ഇതാണ് സംഭവം. ഈ ഒരു ലെറ്റേഴ്സ് എഴുതി സമയം കളയരുത്. ക്ലിയർ അല്ലേ? അതൊരു കാര്യം. ഇനി കറസ്പോണ്ടിങ് കോഡ് എന്താണ്? AQUP. ഓക്കെ A1 ആണ്, Q17, U21, P16. ക്ലിയർ അല്ലേ? ഇനി നോക്കുക ഇവിടുത്തെ പാറ്റേൺ മനസ്സിലാക്കുക. എപ്പോഴും പറഞ്ഞ പോലെ എന്താണ് ലെറ്റർ അനലോഗി ആകുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ രണ്ടുപേരെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും പാറ്റേൺ ഫോം ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് ലെറ്റേഴ്സ് ആയിരിക്കും അടുത്ത പാറ്റേൺ ഫോം ചെയ്യുന്നത്. തേർഡും ഫോർത്ത് ബേസിക്കലി ഇങ്ങനെയാണ് പോകുന്നത്. റയറായിട്ട് മാത്രമേ മാറി പോകാറുള്ളൂ. ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ ഫസ്റ്റ് ആയിരിക്കും മെയിൻലി പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത്.
അപ്പോൾ നോക്കുമ്പോൾ രണ്ട് ഒന്നായി അല്ലേ, 2 ഒന്നായി -1. പിന്നീട് 19 17ആയി അത് -2 ആണ്. 20 21ആയി അത് +1. ഓക്കെ, 14 16 അത് +2 ആയി. കണ്ടോ? അപ്പം പാറ്റേൺ എങ്ങനെയാണ്? ആദ്യം -1 പിന്നെ -2 പിന്നെ +1. ഓക്കെ, പിന്നീട് +2 ആണ്. അപ്പോൾ ഈ രീതിയിൽ വേണം തേർഡ് ഫോർത്തിലേക്ക് മാറി വരേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കുമ്പം നമുക്കറിയാം ഡി ആക്ച്വലി എന്താ, 4ാമത്തെ ലെറ്റർ ആണ്. അതെന്ത് ചെയ്യണം? -1 വരണം, -1 വരണം, അത് 3 വരും. ആക്ച്വലി സി ആണ്. സിയിൽ സ്റ്റാർട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷനെ കൺഫേം ആണ്, പരിപാടി കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ കോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫുൾ എഴുതി സമയം കളയാതെ ആവശ്യമുള്ള ആൾക്കാരെ മാത്രം എഴുതി ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്ത N14 അല്ലേ, N14 ആണ്. -2 വരുമ്പം 12 വരണം, അത് ഉറപ്പായിട്ടും കണ്ടോ L തന്നെയാണ്. പിന്നെ ശേഷം U21, അവിടെ അടുത്ത +1 ചെയ്യുമ്പോൾ 22 വരും, അത് B തന്നെയാണ്. അടുത്ത C3 +2 വരുമ്പോൾ 5 വരും, കണ്ടോ E തന്നെ വരുന്നുണ്ട്. സിമ്പിളാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, 5 students are sitting in a circle facing the center. Sumit is between Sunil and Sushmit. Sushma is on the left side of the Shweta. Sushmit and Sushma are not sitting next to each other. Who is sitting next to Sumit or his right side? ഇതാണ് ചോദ്യം. നമ്മുടെ എന്താ സീറ്റിംഗ് അല്ലേ, സീറ്റിംഗ് അറേഞ്ച്, സിറ്റിംഗ് അറേ എന്ന് പറയാം, സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സിറ്റിംഗ് അറേഞ്ച് എന്ന് പറയാം. ഇവിടെ എന്താ സർക്കുലർ സിറ്റിങ്ങിലാണ് അല്ലേ, സർക്കുലർ എന്താണ് ടേബിളാണ് അവർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കിളാണ് ഇരിക്കുന്നത്. എല്ലാവരും എന്താ സെന്ററിലേക്ക് ഫേസ് ചെയ്തു. അപ്പം 5 പേരുണ്ട്. ഇവരെന്താ സെന്ററിലേക്ക് ഫേസ് ചെയ്യുവാണ്. ഓക്കെ, സെന്ററിലേക്ക് ഫേസ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം സെന്ററിലേക്ക് ഫേസ് ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും, ഇവിടെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ റൈറ്റ് സൈഡ് ഇവിടെ വരും. റൈറ്റ് സൈഡ് എവിടെയും ലെഫ്റ്റ് സൈഡ് ഇവിടെ അല്ല, ഇവിടെ ആയിരിക്കും. ഇപ്പോൾ റൈറ്റ് ലെഫ്റ്റും ഒക്കെ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സർക്കിളിനെ പുറത്തേക്ക് നോക്കിയിരിക്കുവാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും അതൊക്കെ മാറി വരും അല്ലേ. ശരി, ഇപ്പം എന്താ പറയുന്നത്? സുമിത് ഈസ് ബിറ്റ്വീൻ സുനിൽ ആൻഡ് സുഷ്മിത്. ഓക്കെ, ഇപ്പോൾ സുമിത് എന്ന് പറഞ്ഞാൽ ഇവിടെ തൽക്കാലം സുമിത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇയാൾ സുനിലിനും സുഷ്മിത്തിനും ഇടയിലാണ് അല്ലേ. ദാറ്റ് മീൻസ് ഉറപ്പായിട്ട് ഒന്നെങ്കിൽ സുനിൽ ഇവിടെ വരും അല്ലേ, സുനിൽ ഇവിടെ വരും, അല്ലെങ്കിൽ സുനിൽ ഇവിടെ ആയിരിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആരാ സുഷ്മിത്. ഓക്കെ, സുഷ്മിത്തും ഓക്കെ ഇവിടെ സുനിലും വരാം. അപ്പം ഇതാണ് അവിടുത്തെ മെയിനായിട്ട് വരുന്ന പോസിബിലിറ്റി. ഇവർ രണ്ടുപേരും ഈ സാധനം കൺഫേം ആണ്. ഓക്കെ, ഇവിടെയും ഇപ്പോഴും ഉറപ്പായിട്ടുള്ള ഇവിടെയാണോ സുനിൽ, ഇവിടെയാണോ സുനിൽ നമുക്ക് ഉറപ്പായിട്ട് ഇതുവരെ ഉറപ്പായിട്ടുള്ള സ്ഥലത്തിൽ അവിടെ നിൽക്കട്ടെ. ബാക്കി എന്താ പറയുന്നത്? സുഷമ ഈസ് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ശ്വേത. ഓക്കെ, സുഷമ എന്താണ് ശ്വേതയുടെ ലെഫ്റ്റ് സൈഡിലാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ശ്വേതേനെ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ സുഷമയെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കാരണം ശ്വേത ഇപ്പം സെന്ററിലേക്ക് നോക്കിയാൽ അയാളുടെ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് വരും. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പം ശ്വേതയുടെ ലെഫ്റ്റിലാണ് സുഷമ ഇരിക്കുന്നത്. അപ്പം കൺഫേം ആണ്, ശ്വേത സുഷമയുടെ പ്ലേസ് കൺഫേം ആണ്. അതുപോലെ എന്താ പറയുന്നത്? സുഷ്മിത് ആൻഡ് സുഷമ ഓക്കെ ആർ നോട്ട് സിറ്റിംഗ് ഈച്ച് അതർ. രണ്ടുപേരും അടുത്തത് ഇരിക്കാറില്ല. അപ്പം ഇവിടെ സുഷമയുടെ പ്ലേസ് കൺഫേം ആണല്ലേ. അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും ആരാ നമ്മുടെ സുഷ്മിത്. ഓക്കെ, സുഷ്മിത് സുഷമയും അടുത്തടുത്ത് വരാറില്ല. അപ്പം ദാറ്റ് മീൻസ് സുഷ്മിത് ഇവിടെ അല്ല, കൺഫേം ആണ് സുനിലിന്റെ സ്ഥാനമാണിത്. അതുപോലെ എന്താ സുഷ്മിത് സ്ഥാനം ഇവിടെയാണ്. ഇപ്പം ഇത്രയും ക്ലിയർ അല്ലേ? ചോദ്യം എന്താണ്? ഹു ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു സുമിത് ഓൺ ഹിസ് റൈറ്റ് സൈഡ്. സുമിത്തിന്റെ റൈറ്റിൽ ആരാണ് ഇരിക്കുന്നത് അല്ലേ. സുമിത്തിന്റെ റൈറ്റ് സൈഡ് ഇതാണ്. അത് അവിടെ ആരുണ്ട്? സുനിലുണ്ട്. ഉത്തരം പറയാം ഓപ്ഷൻ ഡി സുനിൽ. കണ്ടോ, പരിപാടി കഴിഞ്ഞു. അതേപോലെ ചോദ്യം മാക്സിമം ഫാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അങ്ങ് സെറ്റ് എടുക്കാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. സെലക്ട് ദ കോമ്പിനേഷൻ ലെറ്റേഴ്സ് ദാറ്റ് ഇൻ സീക്വൻഷ്യൽ പ്ലേസ്ഡ് ഇൻ ദ ബ്ലാങ്ക്സ് വിൽ ക്രിയേറ്റ് എ റെപ്പിറ്റേറ്റീവ് പാറ്റേൺ. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ സ്കിപ്പഡ് ലെറ്റർ സീരീസ്. നമ്മുടെ ലെറ്റർ സീരീസിനകത്ത് വരുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യമാണ് സ്കിപ്പ് ലെറ്റർ സീരീസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള എന്താ ഓരോ ബ്ലാങ്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പലരും എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ഓപ്ഷൻസ് ഇട്ട് നോക്കും. ഓരോ ഓപ്ഷൻ ഇട്ട് നോക്കിയിട്ട് അവിടെ പാറ്റേൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ സിയോ ഡി, ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി ആണ് ഉത്തരം എന്നുണ്ടെങ്കിൽ മിനിമം 3 ടൈംസ് എങ്കിലും അവിടെ 7 നോക്കേണ്ട ഒരു ആവശ്യം വരും അല്ലേ. അപ്പോൾ നമ്മൾ എ നോക്കുന്നു ഉത്തരമില്ല, അപ്പോൾ ബി 7 നോക്കും അവിടെ ഉത്തരമില്ല, സി നോക്കുമ്പോൾ ഉത്തരം ഉണ്ടെങ്കിൽ ഓപ്ഷൻ സി വരും, ഇല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഡയറക്റ്റ് പറയാൻ പറ്റും, കുഴപ്പമില്ല. അപ്പം മിനിമം എന്താണ് ഒരു 3 ടൈംസ് അല്ലെ 3 ടൈംസ് 7 നോക്കേണ്ട ആവശ്യം വരും, അല്ല അത്യാവശ്യം വരും. അപ്പം അത്രയും സമയം വേസ്റ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ചെറിയ ട്രിക്ക് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ആദ്യം ചെയ്യണം, ഈ ഡാഷ് ഉൾപ്പെടെ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എത്ര വരുന്നുണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, ഡാഷ് ഉൾപ്പെടെ 20 എലമെന്റ്സ് അവിടെ ഉണ്ട്. ആകെ ലെറ്റേഴ്സ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി അല്ലെ 4 പേരാണ് ഉള്ളത്.
അപ്പം 20 പേരുള്ള ഗ്രൂപ്പ് ആയത് കാരണം അല്ലെങ്കിൽ 20 പേരുള്ള സീരീസ് ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇവരെപ്പോഴും ഈക്വൽ പാർട്സ് ആക്കാൻ അല്ലെങ്കിൽ ഈക്വൽ ഗ്രൂപ്പ് ആക്കാൻ ശ്രമിക്കുക. അതായത് ഒന്നെങ്കിൽ 4 പേരുടെ 5 ഗ്രൂപ്പ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ 5 പേരുടെ 4 ഗ്രൂപ്പ് ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇനി എന്താ ഈ പറഞ്ഞ 4 ആണോ 5 ആണോ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പം ചെറിയൊരു ട്രയൽ ആൻഡ് എറർ പോലെ തൽക്കാലം 4 പേര് ഗ്രൂപ്പ് ആക്കി നോക്കാം. അപ്പോൾ 4 പേര് ഗ്രൂപ്പ് ആക്കുവാണെങ്കിൽ A-BC-A-B ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ഡാഷ് ആര് വരണം, മൊത്തം എയും ബിയും സിയും ഡിയുമാണ് ആക്ച്വലി ഉള്ളത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഡി വരേണ്ടി വരത്തില്ലേ, കാര്യം ഓരോ ഗ്രൂപ്പിലും 4 എലമെന്റ്സും ബേസിക്കലി വരേണ്ടി വരും, ആവശ്യം വരും. ഓക്കെ, കാര്യം ഡി ഒക്കെ ഉള്ള കണ്ടോ മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ ഡി വരുന്നുള്ളൂ, ഇവിടെയൊക്കെ ഡി ഉണ്ട് കണ്ടോ, ഡി വരുന്ന പറഞ്ഞാൽ അവിടെ ആക്ച്വലി ഡി വരേണ്ട ആവശ്യം വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഓപ്ഷനിലും ഫസ്റ്റ് എലമെന്റ് ആരാ, എ ആണ്. അപ്പോൾ ഇവിടെ ഒരു വർഷം ഡി വരാൻ പറ്റത്തില്ല. ഓപ്ഷൻ സ്റ്റാർട്ടിംഗ് അല്ല എ പറഞ്ഞാൽ അവിടെ ഡി വരാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് നമുക്ക് 4 പേരുടെ ഗ്രൂപ്പ് കൊടുക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. തൽക്കാലം അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, 5 പേരെ ഗ്രൂപ്പാക്കി നോക്കാം. ഈ ഇതിനകത്ത് 5 പേരെ ഗ്രൂപ്പ് ആക്കുമ്പോൾ ഇത് ഒരു ഗ്രൂപ്പായി, രണ്ടാമത്തെ ഗ്രൂപ്പ് ഓക്കെ 3, 4, അപ്പം 5 പേരുടെ 4 ഗ്രൂപ്പാക്കി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് എലമെന്റ് ആരായിരിക്കും, എല്ലാ ഓപ്ഷനിൽ ഏതാണ് അത് ഏതാണ് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇവിടെ ഡാഷ് ഉണ്ട്, ഇവിടെ ആര് വരാൻ പറ്റും, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഓരോ എന്താണ് എയും ബിയും സിയും ഡിയും ബേസിക്കലി വരണം. ഓപ്ഷൻ നോക്കുമ്പോഴെന്താ, ഓപ്ഷൻ സിയിലും സെക്കൻഡ് എലമെന്റ് ഡി ആണ്, ഡിയിലും സെക്കൻഡ് എലമെന്റ് ഡി ആണ്. അപ്പം അതിന് സാധ്യതയുണ്ട് നമുക്ക് തൽക്കാലം ഡി കൂടെ നോക്കാം അല്ലേ. അപ്പം A-A-B-C-D എന്നായി. ഓക്കെ, സെക്കൻഡ് നോക്കാം. ഇനി A-BCD ആണ്. ഓക്കെ, അപ്പോൾ A-BCD ആണ്. ഇനി നോക്കുമ്പം ഓപ്ഷൻ സിയിലും ഡിയിലും, അപ്പോൾ നമ്മൾ ഓൾറെഡി ഓപ്ഷൻ എയും ബിയും തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രൂപ്പിൽ എന്താ, സിയിലും ഡിയിലും ബി തന്നെയാണ് തേർഡ് എലമെന്റ്. അപ്പോൾ ഡയറക്റ്റ് നോക്കാം, നമുക്ക് ഇവിടെ ബി തന്നെ കൊടുക്കാം അല്ലേ. അപ്പം A-B-B-C-D ആയി, A-B-B-C-D ആയി മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് എലമെന്റ് ഇവിടെ 2 ടൈംസ് ഉണ്ട്, ബാക്കി ബി സിയിൽ കൊടുത്തു. മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ എലമെന്റ് ബി 2 പ്രാവശ്യം വരുന്നു. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കണ്ടോ സി 2 പ്രാവശ്യം വരുന്നുണ്ട്, സി 2 പ്രാവശ്യം അല്ല. അപ്പോൾ ഇവിടെ ആര് വരും, ഇവിടെ AB വരുന്നുണ്ട്, A-B-C-C-D. വീണ്ടും A-B-C-D-D ഉണ്ട്, D 2 പ്രാവശ്യം. ഇതാണ് പാറ്റേൺ, ക്ലിയർ അല്ലേ. A-A-B-C-D കണ്ടോ, പിന്നെ A-B-B-C-D, A-B-C-C-D, A-B-C-D-D കണ്ടോ, ഇതാണ് പാറ്റേൺ. ഇത്രയേ ഉള്ളൂ. അപ്പം കുറച്ചൊരു ട്രയൽ ആൻഡ് എറർ പോലെ ചെയ്ത് കൊടുക്കേണ്ടി വരും, ക്ലിയർ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ആരാ വരും, അപ്പോൾ എ ആരാണ്, ഇപ്പോൾ ഇവിടെ 4th എലമെന്റ് നോക്കിയാൽ മതിയല്ലോ, കാരണം ഓപ്ഷൻ സിയിലും ഡിയിലും 4th എലമെന്റ് ആണ് വ്യത്യാസം എടുക്കുമ്പോൾ അയാളെ നോക്കിയാകുമ്പം ഇവിടെ എ വരുന്നു. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പം സീരീസ് മനസ്സിലാക്കിയിട്ട് ആൻസറിലും മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അത് തെറ്റിച്ച് കളയാൻ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഒരേപോലത്തെ ഓപ്ഷൻ സിസ്റ്റം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ അല്ലേ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി കുറച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 20 എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്തു, 4 പേര് ഗ്രൂപ്പ് ആക്കാം, അല്ലെങ്കിൽ 5 പേര് ഗ്രൂപ്പ് ആക്കാം. ചിലപ്പോൾ എണ്ണി വരുമ്പോൾ 16 പേരെ ഉണ്ടെന്ന് ധരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് 4 പേരെ ഗ്രൂപ്പ് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇവിടെ 18 പേരായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ 6 പേരുടെ 3 ഗ്രൂപ്പ് ആക്കാം, അല്ലെങ്കിൽ 3 പേരുടെ 6 ഗ്രൂപ്പ് ആക്കി കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല. ചിലപ്പോൾ ഇവിടെ 24 പേര്, അവിടെ 24 പേരും, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 6 പേരുടെ 4 ഗ്രൂപ്പ് ആക്കി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 24, 12 മാക്സിമം ഒരു നല്ല ശതമാനം ചോദ്യങ്ങളും അത് 6 പേരെ ഗ്രൂപ്പ് തന്നെ ആകാനാണ് സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, അപ്പം 24 ഒന്നീ 6 പേര് ഗ്രൂപ്പ് വരും, അല്ലെങ്കിൽ എന്താ 4 പേരുടെ 6 ഗ്രൂപ്പ് വേണേൽ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 3 പേരുടെ 8 ഗ്രൂപ്പ് വേണേൽ വരാം. ഇതൊക്കെ പറഞ്ഞ് റെയർ കണ്ടീഷൻസ് ആണ്. അപ്പം നമ്മൾ പ്രീവിയസ് ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് എന്താണ് ആ ഗ്രൂപ്പ് ഫോം ചെയ്ത് പോകുന്നത്. ചിലപ്പം 12 പേര് വരാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 3 പേരുടെ 4 ഗ്രൂപ്പ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ 4 പേരെ 3 ഗ്രൂപ്പ് ആക്കാൻ പറ്റും. ഇനി ഇതുപോലെ ചിലപ്പോൾ കുറച്ച് പ്രൈം നമ്പേഴ്സ് വേണം അറിയാം. ഓക്കെ, അതായത് 17 നമുക്ക് എന്ത് ചെയ്യും, 4 പേരുടെ 4 ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരാളെ മിച്ചം വെച്ചത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ആ എക്സ്ട്രാ ഒരാളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അത് വീണ്ടും റിപ്പീറ്റ്, ഓരോ ഗ്രൂപ്പിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ഇവിടെ എക്സ്ട്രാ വരുന്നത്. ഓക്കെ, ചിലപ്പോൾ 19 വരാൻ എന്ത് ചെയ്യാം, 6 പേരുടെ 3 ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരാളെ മിച്ചം മതിയാകും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ സീരീസ് മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പം ഇവിടെയൊക്കെ എന്താണ്, റിപ്പീറ്റ് ചെയ്ത് പോകുന്ന പാറ്റേൺസ് ആണ്. ഓക്കെ, ഒരേപോലെ റിപ്പീറ്റ് ആയി പോകുന്ന പാറ്റേൺസ് ആണ്. ചില കേസിൽ എന്താ, ഓക്കെ ചില കേസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സീരീസ് വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അവെയർ ആകാൻ വേണ്ടി പറയുവാണ്, ജസ്റ്റ് ഇങ്ങനെ സീരീസ് വരാം. അത് ABC, ഓക്കെ, പിന്നെ വേണമെങ്കിൽ AABBCC, പിന്നെ AAAB ഇങ്ങനെ പോകുന്ന സീരീസ് ഒക്കെ വേണമെങ്കിൽ വരാം. അപ്പം അത് നിങ്ങൾ അവെയർ ആയിരിക്കുക. അപ്പം ഇങ്ങനെ ദിവസം കൂടുതൽ എക്സ്ട്രാ പ്രാക്ടീസ് ശ്രമിക്കാം കേട്ടോ. ക്ലിയർ അല്ലേ. ശരി, മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Consider given statement and decide which of the given assumptions is or are implicit in the statement. Okay, statement പറഞ്ഞിരിക്കുന്നത്
എ വെൽത്തി പേഴ്സൺ ഹാസ് എ ഹയർ ചാൻസ് ഓഫ് ഡയബറ്റീസ്. അസംഷൻ രണ്ടുപേരുണ്ട്. മോസ്റ്റ് ഓഫ് ദ കോസ് ഓഫ് ഡെത്ത് എമംഗ് വെൽത്തി പേഴ്സൺസ് ആർ ഡ്യൂ ടു ഡയബറ്റീസ്. സെക്കൻഡ് വൺ, പുവർ പേഴ്സൺ ഡു നോട്ട് ഹാവ് ഡയബറ്റീസ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, അസംഷൻ ടോപ്പിക്കിന്റെ പേര് എന്താ? സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻസ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻസ് ആണ് ഓക്കെ നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് അസംഷൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് കോസ് ആൻഡ് ഇഫക്റ്റ് ഉണ്ട്. അപ്പം മെയിൻലി 5 ടോപ്പിക്സ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്സുടെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ടോ. അതുകൂടെ എക്സ്ട്രാ സിലോജിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൂടെ 2 അസംഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അസംഷൻസിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ട്രൂ ആയിട്ട് കരുതിക്കൊണ്ട് തന്നിരിക്കുന്ന അസംഷനിൽ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബേസിൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് അസംഷൻസ് ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, പല കാര്യങ്ങളും ഇവിടെ അസ്യൂം ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും അസ്യൂം ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്നാൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് ആണ് ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്ന് പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. ഇതൊന്നും ജസ്റ്റ് അവെയർ ആയിരിക്കുക. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? എന്നാൽ സ്റ്റേറ്റ്മെന്റ് അസംഷൻ നമുക്ക് എന്ത് ചെയ്യാം, പലതും അസ്യൂം ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ അസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും എന്തായിരിക്കണം, സ്റ്റിക്ക് ഓൺ ടു ദ സ്റ്റേറ്റ്മെന്റ്, സ്റ്റിക്ക് ടു ദ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഓക്കെ, സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് പോകേണ്ടത്. അല്ല നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഓപ്ഷൻസ് എന്ന് പറയുന്നത് only assumption 1 is implicit. ഓക്കെ, അപ്പോൾ ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, അത് ട്രൂ. ഇംപ്ലിസിറ്റ് മീനിങ് ഇവിടെ ട്രൂ എന്നാണ് കേട്ടോ, ബേസിക്കലി ട്രൂ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇംപ്ലിസിറ്റ് ട്രൂവും ഓക്കെ എക്സ്പ്ലിസിറ്റ് ഓക്കെ എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ ആ കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു അസംഷൻ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. എക്സ്പ്ലിസിറ്റ് ഫോൾസ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇംപ്ലിസിറ്റ് ട്രൂവും എക്സ്പ്ലിസിറ്റ് ഫോൾസും. അപ്പോൾ ജസ്റ്റ് അവെയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ മീൻസ് ട്രൂ അല്ലെങ്കിൽ ഫോളോ എന്ന മീനിങ് ആണ് ഈ ഒരു ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുന്നത്, എ വെൽത്തി പേഴ്സൺ ഹാസ് എ ഹയർ ചാൻസ് ഓഫ് ഹാവിങ് ഡയബറ്റീസ്. ഓക്കെ, എപ്പോഴും ഓർക്കുക തന്നിരി സ്റ്റേറ്റ്മെന്റ് എന്ത് പൊട്ടത്തെറ്റാണെങ്കിലും അത് ട്രൂ ആയിട്ട് തന്നെ നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതുക. ആ സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വേണം നമ്മൾ പലതും അസ്യൂം ചെയ്യാൻ പാടുള്ളത്. ശരി, അപ്പോൾ എന്താ പറയുന്നത്, എ വെൽത്തി പേഴ്സൺ ഹാസ് എ ഹയർ ചാൻസ് ഓഫ് ഹാവിങ് ഡയബറ്റീസ്. വെൽത്തി പേഴ്സൺസിന് ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതുക, അല്ലെങ്കിൽ പോലും ട്രൂ ആയിട്ട് കരുതുക. ക്ലിയർ അല്ലേ? ഇനി അസംഷൻ എന്താ പറയുന്നത്, മോസ്റ്റ് കോസ് ഓഫ് ഡെത്ത് എമംഗ് വെൽത്തി പേഴ്സൺസ് ആർ ഡ്യൂ ടു ഡയബറ്റീസ്. ഓക്കെ, എന്താ ഈ വെൽത്തി പേഴ്സൺസ് അല്ലെ, പണക്കാര വ്യക്തികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താ, അവരെ പലരെ മരണകാരണം എന്ന് പറയുന്നത് ഡയബറ്റീസ് മൂലമാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇത് കാരണം ഇത് ഫോളോ ചെയ്യില്ല, ഫസ്റ്റ് വൺ ഫോളോ ചെയ്യില്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വെൽത്തി പേഴ്സൺസും ഡയബറ്റീസ് ഉള്ള ചാൻസ് വളരെ കൂടുതലെന്നേ പറയുന്നുള്ളൂ. എന്നാൽ അവരെ മരണകാരണം ഡയബറ്റീസ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് വൺ അസ്യൂം ചെയ്യാൻ പറ്റില്ല, ഫോൾസ് ആണ്. സെക്കൻഡ് വൺ, പുവർ പേഴ്സൺ ഡു നോട്ട് ഹാവ് ഡയബറ്റീസ്. പുവർ പേഴ്സൺസിന് എന്താ ഡയബറ്റീസ് ഇല്ല എന്നും ഉറപ്പിക്കാൻ പറ്റുമോ? ബേസിക്കലി ഇവിടെ കമ്പാരിസൺ അങ്ങനെ അധികം പാടില്ല, അവിടെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടെ പുവർ പേഴ്സൺസിനെ പറ്റി ഒന്നും സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല, അത് കാരണം നമുക്ക് അവിടെയും ഈ കാര്യം അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് വണ്ണും ഫോളോ ചെയ്യില്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി, നൈദർ അസംഷൻ 1 nor 2 ഈസ് ഇംപ്ലിസിറ്റ്. ഓക്കെ, രണ്ടും ട്രൂ അല്ല. ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും NDPC ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓക്കെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അസംഷൻസ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ്, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ്, കോഴ്സ് ഓഫ് ആക്ഷനും, കോസ് ആൻഡ് എഫക്റ്റ്, ഈ 5 ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് വളരെയധികം ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഷിഫ്റ്റിലും കുറേ അധികം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാര്യം അവിടെ വലിയ ട്രിക്സും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ എപ്പോഴും ഓർക്കുക, കൺക്ലൂഷൻ ആകുമ്പോൾ നമുക്കൊന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, കമ്പാരിസൺ ബേസിക്കലി പാടില്ല. എന്നാൽ ആർഗ്യുമെന്റ് നമുക്ക് അസംഷൻ ആക്കാൻ പലതും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കമ്പാരിസൺ വളരെയധികം പാടില്ല. എപ്പോഴും ഓർക്കുക, എപ്പോഴും സ്റ്റിക്ക് ടു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അത് വെച്ച് നിങ്ങൾ റിലേറ്റ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10. സെലക്ട് ദ നമ്പർ എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. നമ്മുടെ നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ്. നമ്പർ സീരീസ് ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ എന്താണ് ഫസ്റ്റ് 64, 60, 52, 40 ക്വസ്റ്റ്യൻ മാർക്ക് 4 അല്ലേ? ഈ മിസ്സിംഗ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ, ഇതൊരു ഡിക്രീസിങ് അല്ലേ, ഡിക്രീസിങ് സീരീസ് ആണ് അല്ലെ, കുറഞ്ഞു പോകുന്ന സീരീസ് ആണ്. ശരി, ഇനി ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്, ഇവിടെ കുറഞ്ഞ സീരീസ് ആണെങ്കിൽ പോലും നമ്പേഴ്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതിയാകും. വലിയ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ സ്ക്വയർസ് മൾട്ടിപ്ലിക്കേഷൻ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ 64 60ആയി. ദാറ്റ് മീൻസ്
ആദ്യം 4 കുറഞ്ഞു, പിന്നെ 60 52ആയി, 8 കുറഞ്ഞു, 52 40ആയി, 12 കുറഞ്ഞു. അടുത്ത കുറയണം 4 കുറഞ്ഞു, 8 12 ഉറപ്പായി, അടുത്ത 16 കുറയണം. അങ്ങനെ 40 മൈനസ് 16 എത്ര വരും? 24. 24 കിട്ടും. വീണ്ടും എത്ര കുറയേണ്ടത്? പിന്നെ അടുത്ത് 20 പറയുമ്പോൾ ഉറപ്പായിട്ട് 4 വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 24 റൈറ്റ് ആൻസർ വരും. ഓപ്ഷൻ ബി 24. സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ്? ഈ ഫിഗറിനകത്തുള്ള നമ്മുടെ ട്രയാങ്കിൾസ് കാണാം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഓൾറെഡി നമ്മളെ എന്താണ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് ടോപ്പിക്കിനകത്ത് നമ്മൾ നമ്മുടെ വീഡിയോക്കകത്ത് ഓൾറെഡി ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്കറിയാം എന്താണ് വളരെ സിമ്പിൾ. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആ വീഡിയോ കൺട്രോളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 5 സെക്കൻഡ്സ് ധാരാളമാണ് മനസ്സിലാക്കി പോകാനായിട്ട്. ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി 18 ആണ്. ജസ്റ്റ് ഒന്ന് ഒഴിച്ച് പറയാം. അത് ഫിഗർ മനസ്സിലാക്കുക. നമ്മൾ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിൻ്റെ ഓരോ ബേസ് ഫിഗർ 1 ബേസ് ഫിഗർ 2 അവിടെ പറഞ്ഞു. ഓക്കെ, അപ്പം ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ 2 ഡയഗണൽസ് മാത്രം ഉണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വെച്ച് ഉറപ്പായിട്ട് ഇവിടെ 8 ആയിരിക്കും. കാര്യം ഈ 2 ഡയഗണൽസ് വരയ്ക്കുന്ന പറഞ്ഞാൽ അകത്ത് 1 2 3 4 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എന്താ പറയാം, ഡയറക്റ്റ് പറയാം 4 × 2 8 എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് അല്ലേ, ഇപ്പോൾ ഇവിടെ 8 ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സംശയം വേണ്ട, ഇവിടെയും 8 വരും. അപ്പോൾ 8 × 16 ആയല്ലോ. രണ്ടും ഒരേപോലത്തെ ഫിഗർ, ബേസ് ഫിഗർ ആണ്. ഇവർ രണ്ടുപേരും ചേർത്ത് വെച്ചു. എന്താണ്? ഇവിടെ ഒരു കോമൺ സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ ഒരേപോലത്തെ നമുക്കറിയാം, നമ്മൾ പഠിച്ച ബേസ് ഫിഗർ 2 എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ബേസ് ഫിഗർ 2 എന്ന് പറയുന്നത് 8 ട്രയാങ്കിൾസ് ബേസ് ഫിഗർ 2 ഉണ്ട്, 12 ട്രയാങ്കിൾ ബേസ് ഫിഗർ 2 ഉണ്ട്, 16 ട്രയാങ്കിൾസ് ബേസ് ഫിഗർ 2 ഉണ്ട്. ഓക്കെ, അപ്പം ഒരേപോലത്തെ ബേസ് ഫിഗർ 2 ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ എന്താ, ഒരു കോമൺ സൈഡ് അല്ലേ, ഒരു കോമൺ സൈഡ് ഉണ്ട് അല്ലേ, ഒരു കോമൺ സൈഡ് ഉണ്ട്. അപ്പോൾ ഒരു കോമൺ സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ പറയാം അവിടെ 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഓരോ മെനക്കെട്ട് കണ്ടുപിടിക്കാൻ ആവശ്യം വരുന്നില്ല. ഒരേപോലത്തെ ബേസ് ഫിഗർ 2, 8 ട്രയാങ്കിൾസ് ബേസ് ഫിഗർ 2 ആകാം, അല്ലെങ്കിൽ 12 ട്രയാങ്കിൾസ് ബേസ് ഫിഗർ 2 ആകാം, അല്ലെങ്കിൽ 16 ട്രയാങ്കിൾസ് ബേസ് ഫിഗർ 2 ആകാം. അത് ഒരേപോലത്തെ ബേസ് ഫിഗർ 2 വെക്കുമ്പോൾ ഒരു കോമൺ സൈഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പറയാം 2 എക്സ്ട്രാ ട്രയാങ്കിൾസ് ഉണ്ടാകും. ഇപ്പോൾ എത്ര? 8 + 2 + 8 മൊത്തം 18 പേരുണ്ട്. 18 പേരാണ്. ഓക്കെ, ഇനി ആ എക്സ്ട്രാ 2 വരച്ച് കാണിക്കാം. ഈ രണ്ട് ബേസ് ഫിഗർ, ഈ പറഞ്ഞ 2 ബേസ് ഫിഗർ ചേർത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഉള്ളതാണ് ആക്ച്വലി 17ാമത്തെ ട്രയാങ്കിൾ. ഇതാണ് 17ാം ട്രയാങ്കിൾ. ഇതാണ് വീണ്ടും ഈ 2 ബേസ് ഫിഗർ കൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ഇതാണ് 18ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ഇങ്ങനെ നമുക്ക് സമയം കണ്ട കാര്യമില്ല. നമുക്ക് ആ ട്രിക്ക് അറിയാമെങ്കിൽ നേരത്തെ പറഞ്ഞ 5 സെക്കൻഡ് മനസ്സിലേക്ക് എത്താൻ വരുന്ന ചോദ്യമാണത്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. അമൻ ഈസ് ഓൾഡർ ദാൻ സഹു. സഹു ഈസ് യങ്ങർ ദാൻ കോമൾ ബട്ട് ഓൾഡർ ദാൻ മിലൻ. കോമൽ ഈസ് ഓൾഡർ ദാൻ അമൻ ബട്ട് യങ്ങർ ദാൻ ഉദയ്. ഹു ഈസ് ദ തേർഡ് ഓൾഡസ്റ്റ് എമംഗ് ദം? ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിങ് അല്ലേ, ഓർഡറിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ പ്രായം വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഗ്രേറ്റർ ദാൻ സിമ്പൽ. ഓക്കെ, അപ്പോൾ അമൻ ഈസ് ഓൾഡർ ദാൻ സഹു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. എപ്പോഴും വെർട്ടിക്കലി പ്ലേസ് ചെയ്യുക. എന്ത് ചെയ്യാം? അമന് സഹുവിനെ കാട്ടിയും പ്രായക്കൂടുതലുള്ള കാരണം അമനെ മുകളിൽ വെക്കുക, സഹുവിനെ താഴെ വെക്കുക. ഓക്കെ, ഇപ്പോൾ കാണാൻ മനസ്സിലാൻ പറ്റും അമനാണ് പ്രായ കൂടുതൽ. നെക്സ്റ്റ്, സഹു ഈസ് യങ്ങർ ദാൻ കോമൽ. സഹു എന്നാണ് കോമലിനെ കാട്ടിയും യങ്ങറാണ്. അപ്പം ഉറപ്പായിട്ടും കോമലാണ് പ്രായ കൂടുതൽ, സഹുവിന് പ്രായ കുറവാണ്. അപ്പം കോമൽ താഴെ വരുന്നു, മുകളിൽ വരുന്നു, സഹു താഴെ വരുന്നു. ബട്ട് ഓൾഡർ ദാൻ മിൽ. ഇപ്പം ബട്ടായത് കാരണം ഇവിടെ ബട്ടോ ആൻഡൊക്കെ ആണെങ്കിൽ ഓർക്കുക, ഇവിടെ ആദ്യം പറയുന്ന വ്യക്തിനെ പറ്റിയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് അല്ലെങ്കിൽ ആൻഡാണ് ഉറപ്പായിട്ടും ആദ്യത്തെ വ്യക്തിയെ പറ്റിയായിരിക്കും പറയുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് ഹൂ, ഹൂസ്, വിച്ചൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? തൊട്ട് മുന്നത്തെ ആളായിരിക്കും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഫാമിലി റിലേഷനെ ഈ ഒരു കാര്യം ആവശ്യം വരുന്നുണ്ട്. ഡയറക്ഷൻ ഡിസ്റ്റൻസിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പസിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ബട്ട് അല്ലെങ്കിൽ ആനിൽ ഉറപ്പായിട്ട് ആദ്യത്തെ വ്യക്തിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മനസ്സിലാൻ പറ്റും സഹു ഈസ് ഓൾഡർ ദാൻ മിലൻ. സഹു എന്ന് പറയുന്ന വ്യക്തി മിലനെ കാട്ടിയും പ്രായക്കുള്ളതാണ്. ഉറപ്പായിട്ടും സഹുവിൻ്റെ താഴെയാണ് മിലൻ വരുന്നത്. അപ്പം മിലൻ എം എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി കോമൽ ഈസ് ഓൾഡർ ദാൻ അമൻ. കോമൽ എന്നാണ് അമനെ കാട്ടിയും പ്രായ കൂടുതലുണ്ട്. അപ്പം അമൻ്റെ മുകളിലാണ് കോമൽ വരുന്നത്. ബട്ട് യങ്ങർ ദാൻ ഉദയ്. ബട്ടായത് കാരണം ഉറപ്പായിട്ടും കോമലിനെ പറ്റിയാണ് പറയുന്നത്. കോമൽ എന്താ? ഉദയനെ കാട്ടി യങ്ങറാണ്. അപ്പം ഉദയ് കോമലിൻ്റെ മുകളിൽ വരണം. ഇനി ഇവരെ നമുക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം അല്ലേ? ഉറപ്പായിട്ടും എന്താ? കോമലിന് താഴെയാണ് അമൻ. ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? കോമൽ തൊട്ടുമുള്ളാരുണ്ട്, ഉദയുണ്ട്, ശേഷം അമനുണ്ട്, അമൻ ശേഷാരുണ്ട്, സഹു ഉണ്ട്, സഹു അല്ലേ മിലനുണ്ട്. കണ്ടോ? അങ്ങനെയെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പ്രായം കൂടുതൽ ആരാ?
ഉദയാണ്, പിന്നീട് കോമൽ, പിന്നെ അമൻ, പിന്നെ സഹു, പിന്നെ മിലൻ. ചോദ്യം ഹൂ ഇസ് ദ തേർഡ് ഓൾഡസ്റ്റ് എമംഗ് ദം? തേർഡ് ഓൾഡസ്റ്റ് ആയിരിക്കും, ഇടയ്ക്കുള്ള അമനായിരിക്കും. സംശയമില്ലല്ലോ, ഓപ്ഷൻ ബി അമൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13 കണ്ടോ, വീണ്ടും ലെറ്റർ അനലോഗി. കണ്ടോ, ലെറ്റർ അനലോഗിയോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ശരി, select the option that is related to third term in the same way as the second term is related to the first term. DFB GHC. ഓക്കെ, അപ്പം DFB is to GHC is as NLJ is to question mark ആണ് ചോദ്യം. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഫസ്റ്റ് ടേംസ് ആയിരിക്കും അല്ലെ, ഫസ്റ്റ് ടൈം ആയിരിക്കും പാറ്റേൺ ഫോം ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു വർഷം വീണ്ടും ഈ ലെറ്റേഴ്സ് എഴുതി സമയം കളയരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്പേഴ്സ് എഴുതുക. ഇവിടെ കണ്ടോ, ഡി അല്ലെ, ഡി നാലാമത്തെ ആള്, ജി 7ാമത്തെ ആളാണ്. ഓക്കെ, ഇവിടെ സംഭവിച്ചു, അവിടെ 3 കൂടി അല്ലേ. അടുത്ത എഫ് 6ാമത്തെ ആള്, എച്ച് 8ാമത്തെ ആളല്ലേ, F6 H ആരാ 8, അവിടെ 2 കൂടിയിട്ടുള്ളത്. വീണ്ടും B2 C3 അല്ലേ, B2 C3 അവിടെ 1 കൂടി, 1 കൂടി. അപ്പം ഇവിടെ +3 പിന്നെ +2 പിന്നെ +1. ഓക്കെ, ഇതാണ് സംഭവം. അത് നോക്കുവാണെങ്കിൽ ആദ്യമേ L ഇവിടെ 10 അല്ലെ, L എത്രയാണ് 12 ആദ്യം +3 ചെയ്യുമ്പോൾ 15 വരും. O അല്ലെ, O എന്ന് കിട്ടണം, 15 O ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ഒഴിവാക്കി, ഓപ്ഷൻ ഡി ഒഴിവാക്കി. തൊട്ടടുത്ത ലെറ്റർ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. N 14 അല്ലേ, 14 + 2 ചെയ്യണം, 16 വരും. അത് P ആണ്. സെക്കൻഡ് P വരുന്ന ഓപ്ഷൻ സിയിലേ ഉള്ളൂ, ഓപ്ഷൻ ബി ഒഴിവാക്കാം. അവിടെ പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ ഇത് എഴുതാതെ തന്നെ ക്യാൻസലിലേക്ക് എത്താൻ പറ്റും. ഒന്നും വേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വരുന്ന കാര്യമുള്ളൂ. D4 G7 3 കൂടി, F6 H8 2 കൂടി, B2 C3 1 കൂടി. അപ്പം +3 +2 +1 മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ 12 + 3 15 വരും, O ആണ്. 14 + 2 16 P കിട്ടും. ഇത്രയും കഴിയുമ്പം ഇത് നിങ്ങൾ അനാവശ്യം എഴുതി സമയം കളയാതെ മാക്സിമം മനസ്സിലെടുക്കാൻ ശീലിക്കുക. ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 14. Read the given statements and conclusion carefully and decide which of the conclusions logically follow from the statements. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ സിലോജിസം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ശരി, അപ്പോൾ എന്നാൽ നമ്മൾ എക്സ്ക്യൂസ് ദിവസം വെൻ ഡയഗ്രാം വരച്ച് സോൾവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ പരിപാടിയാണ് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സം വുമൺ ആർ വൈസ്, കുറച്ച് വുമൺ വൈസ് ആണ്. അപ്പോൾ എങ്ങനെ വെൻ ഡയഗ്രാം വരയ്ക്കാം, കുറച്ച് വുമൺ, ഓക്കെ, വുമൺ W O എന്ന് കൊടുക്കുന്നു, അവർ വൈസ് ആണ് WI എന്ന് കൊടുക്കും. ഓക്കെ, കുറച്ച് പേരുള്ള സം റിലേഷനുള്ളൂ, ഫുൾ ഇല്ല. സെക്കൻഡ് വൺ, ഓൾ വൈസ് ആർ എഞ്ചിനീയേഴ്സ്, എല്ലാ വൈസും അപ്പോൾ എല്ലാ വയസ്സായിട്ടുള്ള ആൾക്കാരും എഞ്ചിനീയേഴ്സ് ആണ്. അപ്പം വൈസ് ഫുള്ള് എഞ്ചിനീയറിനകത്ത് വരണം. അപ്പോൾ എഞ്ചിനീയർ എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് കൺക്ലൂഷൻ ചെയ്യാം. അപ്പോൾ സിലബസിലേക്ക് പോകുമ്പോൾ കൺഫേം ആയിട്ട് കിട്ടുന്ന കൺക്ലൂഷൻസ് മാത്രമേ അവിടെ എന്താണ് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ ഓർക്ക് കൺഫേം ഉള്ള കാര്യം മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ശരി, അപ്പോൾ സം വുമൺ, ഫസ്റ്റ് വൺ, സം വുമൺ ആർ എഞ്ചിനീയേഴ്സ്, കുറച്ച് വുമൺ എഞ്ചിനീയേഴ്സ് ആണോ? ഉറപ്പായിട്ടും ഈ വുമൺ കണ്ടോ എഞ്ചിനീയറുമായിട്ട് ഓവർലാപ്പ് ആയി, ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. സെക്കൻഡ് വൺ, ഓൾ എഞ്ചിനീയേഴ്സ് ആർ വൈസ്, എല്ലാ എഞ്ചിനീയേഴ്സ് വൈസ് ആണോ? ഒരിക്കലും അല്ല. അവിടെ പറഞ്ഞ എല്ലാ വൈസുമാണ് എഞ്ചിനീയേഴ്സ്. അത് കാരണം തിരിച്ച് എല്ലാ എഞ്ചിനീയേഴ്സ് വൈസും ഉറപ്പില്ല. ഇത്ര ഏരിയ ഉറപ്പുണ്ടോ? കൺഫേം അല്ല. ദാറ്റ് മീൻസ് സെക്കൻഡ് ഫോളോ ചെയ്യില്ല. ഇത്ര എന്ത് കിട്ടുന്നു? ഓപ്ഷൻ ഡി, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. പരിപാടി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് പ്ലസ് ഡിനോട്ട്സ് മൾട്ടിപ്ലിക്കേഷൻ, മൈനസ് ഡിനോട്ട്സ് അഡീഷൻ, ഇൻറ്റു ഡിനോട്ട്സ് ഡിവിഷൻ ആൻഡ് ഡിവിഷൻ ഡിനോട്ട്സ് സബ്ട്രാക്ഷൻ, then which of the following equation is true? ഓക്കെ, തന്നിരിക്കുന്ന 4 ഇക്വേഷനകത്ത് ശരിയായ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് 3 പേര് റോങ്ങും, ഒരാൾ ശരിയായ ഇക്വേഷനാണ് വരുന്നത് അല്ലേ. നമ്മുടെ ബോർഡ് മാസ് റൂള് ഫോളോ ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ ഇക്വേഷൻസ് ഫോളോ ചെയ്യേണ്ട അല്ലേ. അതായത് നമ്മുടെ ബോർഡ് മാസ് റൂൾ നമുക്കറിയാം, B ഫോർ ബ്രാക്കറ്റ്, ഓഫ്, D ഫോർ ഡിവിഷൻ, M ഫോർ മൾട്ടിപ്ലിക്കേഷൻ, A ഫോർ അഡീഷൻ ആൻഡ് S ഫോർ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എന്താ, ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി ആണെന്നുണ്ടെങ്കിൽ, ഇത്തരം ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി ആണെന്നുണ്ടെങ്കിൽ മിനിമം ഇവിടെ നേരത്തെ പറഞ്ഞ 3 പ്രാവശ്യം എഴുതി നോക്കേണ്ട ആവശ്യം വരും അല്ലേ. നമുക്ക് അത്രയും സമയം നഷ്ടമാണ്. ഇവിടെ ആക്ച്വലി മെയിൻ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ദിവസവും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് 4% ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യും. മെയിൻ ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഡിവിഷൻ സിമ്പിൾ വെച്ച് മാക്സിമം കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഓപ്ഷൻ എ എടുക്കുകയാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം 9 + 5 - 16 × 4 / 2 = 41 തൽക്കാലം കടന്നു വിചാരിക്കാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ഇൻറ്റൂവിന് പകരം ഡിവിഷൻ കൊടുക്കണം. അങ്ങനെയെങ്കിൽ നോർമലി ഇവിടെ ഇൻറ്റു ആണുള്ളത്. ഇപ്പോൾ 16/4 എന്ന് ഇവിടെ വരും. അപ്പോൾ 16/4 എന്ന് പറഞ്ഞാൽ പൂർണ്ണ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഡിവൈഡ് പറ്റും. അപ്പം വീണ്ടും കറക്റ്റായിട്ട് വരുന്ന നമ്പറാണ്. എന്നാൽ ജസ്റ്റ് തൽക്കാലം വിചാരിക്കുവാണ്, എക്സാമ്പിൾ പോലെ വിചാരിക്കുക, അവിടെ ഈ മൈനസിന് സ്ഥാനത്ത്, ഇവിടുത്തെ ഈ മൈനസിന് സ്ഥാനത്ത് ഡിവിഷൻ കൊടുക്കാൻ വിചാരിക്കുക. ഓക്കെ, അവർ പറയുന്നത് തൽക്കാലം വിചാരിക്കുക മൈനസിന് സ്ഥാനത്ത് ഡിവിഷനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 9. ഓക്കെ, ഇപ്പം നോർമലായിട്ട് അതുകൊണ്ട് ഈ പറയുന്ന സിമ്പിൾസ് എല്ലാം നോർമലി മാറും. ഓക്കെ, ഇപ്പം 9. ഓക്കെ, ഇവിടെ സിമ്പിൾ വരും, എല്ലാം മാറ്റം അവിടെ സിമ്പിൾ വരും. പിന്നെ 5/16, പിന്നെ ഇവിടെ ഒരു സിമ്പിൾ വരും, അല്ലെ ഇവിടെ സിമ്പിൾ വരും, 4 വരും. ഓക്കെ, 4 വരും. ഇത് തൽക്കാലം ഇവിടെ ഇൻറ്റു തന്നെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റു തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 4ഉം 16 കട്ട് കളഞ്ഞിട്ട് ഇവിടെ ബാക്കി 4 എന്ന് വരും. അപ്പോൾ സംഭവിക്കും 9 × 4 സോറി 9 × 5/4 അല്ലേ, അങ്ങനെ ഒരു ഫ്രാക്ഷൻ ബേസിൽ കിട്ടുന്നത്. നമുക്ക് ബാക്കി 4 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഇനി ഇപ്പുറത്ത് ഇൻറ്റു ആണെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഇൻറ്റു ആണെങ്കിൽ പോലും വീണ്ടും 2 വരും, ഇവിടെ ഇൻറ്റു തൽക്കാലം വിചാരിക്കുക. അപ്പോൾ വീണ്ടും 2 കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്താലും നമുക്ക് ഒരു ഫ്രാക്ഷൻ വരും, അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ വരുമല്ലോ അല്ലേ. ഡെസിമൽ വാല്യൂ ആണെങ്കിൽ ഒരു കാരണവശാലും ഈക്വൽ ടു 40 എന്ന് പറഞ്ഞ ഹോൾ നമ്പർ വരത്തില്ല, ഉറപ്പല്ലേ. അപ്പോൾ ഡിവിഷൻ വെച്ച് കമ്പയർ ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഈ സ്ഥാനത്താണ് ഡിവിഷൻ ഉള്ളത്. ഇപ്പോൾ തൊട്ട് മുൻപും ശേഷം ഏത് സിമ്പിൾ വന്നാൽ പോലും, അല്ലെങ്കിൽ ഇൻറ്റു വന്നാൽ പോലും നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ല. അത് കാരണം സോൾവ് ചെയ്യുമ്പോൾ അവസാനം ഡെസിമലേ വരുള്ളൂ. ദാറ്റ് മീൻസ് ഈക്വൽ ടു 41 എന്ന് പറയുന്ന പക്ക വോൾ നമ്പർ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിച്ച് ഓപ്ഷൻ എ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പല ഓപ്ഷൻ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം മനസ്സിലാകുന്നുണ്ടോ, ഡിവിഷൻ ആളെ വെച്ച് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ചിലപ്പം നിങ്ങൾക്ക് 4 ഓപ്ഷനും ചിലപ്പോൾ പൂർണ്ണം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ എയും ബിയും സി ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരും. ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പൂർണ്ണം ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, 9 പ്ലസിന് പകരം എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ഇൻറ്റു 5, മൈനസിന് പകരം എന്ത് കൊടുക്കണം, അഡീഷൻ ആണ്, +16, ഇൻറ്റുവിന് പകരം നമ്മൾ കണ്ടു 4 ആണ്, 16/4, ഡിവിഷൻ പകരം സബ്ട്രാക്ഷൻ -2 എന്ന് വരും. ഇത് കിട്ടുമ്പോൾ 4 ആണ്. ഇപ്പോൾ 9 × 5 45 +4 49 -2 47 ആണ്. ഓപ്ഷൻ എ അല്ല, കണ്ടോ. ഇനി നമുക്ക് ഓപ്ഷൻ ബി എടുക്കാം. ഓപ്ഷൻ ബി എടുക്കുകയാണെങ്കിൽ 15 പ്ലസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ 15 × 15 എന്ന് വരും. ഇൻറ്റുവിന് പകരം എന്താ, ഡിവിഷൻ ആണ്. അവിടെ പൂർണ്ണം കിട്ടാൻ പറ്റില്ല, പൂർണ്ണം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ഓപ്ഷൻ സി എടുത്താലും കണ്ടോ 18/6 ആണ് വരുന്നത്. ഓപ്ഷൻ 4 എടുത്താലും 8/2 അല്ലേ. അപ്പോൾ എല്ലാ ഓപ്ഷൻ പൂർണ്ണം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോന്നും ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. ശരി, ഓപ്ഷൻ ബി എന്നാണ് 15 × 15/3 ആയി. മൈനസിന് പകരം അഡീഷൻ ആണ്, അഡീഷൻ +4. ഓക്കെ, ഡിവിഷന് വരുന്ന സബ്ട്രാക്ഷൻ -5. ഇത് മനസ്സിലായി കളയാലോ നമുക്ക്. ഇവിടെ 5 വരുമല്ലോ, 5. ഓക്കെ, 15 × 5 എത്രയാണ്, എത്ര വരും കുഞ്ഞുങ്ങളെ, 10 × 5 50, 15 × 5 × 5 25. അപ്പം 75 + 4 - 5 ഒരിക്കലും നമുക്ക് 26 കിട്ടില്ല, കണ്ടോ, ഉറപ്പല്ല. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഓക്കെ, ഓപ്ഷൻ സി ശരിയാണ് ഉത്തരം, ഓപ്ഷൻ സി തന്നെ ആയിരിക്കും. തെറ്റാണ് എന്തായിരിക്കും, ഓപ്ഷൻ ഡി ഡയറക്റ്റ് കൊടുക്കാമല്ലോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഓപ്ഷൻ ഡി ചെയ്ത സമയം കണ്ട ആവശ്യം വരുന്നില്ല, സി തന്നെ ഡി ഉത്തരമായിട്ട് കിട്ടും. ശരി, അപ്പോൾ ഓപ്ഷൻ സി ചെക്ക് ചെയ്ത് നോക്കാം. 10 മൈനസിന് പകരം കൊടുക്കണം കുഞ്ഞുങ്ങളെ, മൈനസിന് പകരം അഡീഷൻ +12. ഓക്കെ, പിന്നെ ഡിവിഷന് പകരം എന്താണ്, -18, ഇൻറ്റുവിന് പകരം ഡിവിഷനാണ് /6, പ്ലസിന് പകരം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ×2 എന്ന് വരും. ഇത് വെട്ടിക്കളയാം, 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് 10 + 12 22 -6 അല്ലെ, 3 × 6 ആണ്. 22 - 6 നമുക്ക് എന്ത് കിട്ടുന്നു, 16. കൺഫേം 16 കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് പറയാം ഓപ്ഷൻ സി ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ അധികം സമയം കളഞ്ഞ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഈ ഡിവിഷൻ്റെ ട്രിക്ക് അല്ലെങ്കിൽ ആ ടിപ്പ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു, അത് മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരും. ഓക്കെ, ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ഇഫ് A + B means A is the daughter of B, A - B means A is the wife of B, A × B means A is son of B, if P × Q - S, then which of the following is true? ഇതാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്, P × Q - S ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യം ഇൻറ്റു ആണ്. ദാറ്റ് മീൻസ് A × B മീൻസ് A ഈസ് ദ സൺ ഓഫ് B. A × B എന്ന് വെച്ചാൽ A ബിയുടെ മകനാണെങ്കിൽ P × Q എന്താകും, P Qൻ്റെ മകനാവും. P എന്ന് പറയുന്ന വ്യക്തി Qൻ്റെ മകനാവും അല്ലേ. അപ്പം P മകനായത് കാരണം P ഇവിടെ പുരുഷനാകും. അപ്പോൾ ഫാമിലി ട്രീ ആണ്. 2 ജനറേഷൻ ആൾക്കാരെ എപ്പോഴും ജനറേഷൻ മാറുന്നോറും നിങ്ങൾ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുക, സെയിം ജനറേഷൻ ഹൊറിസോണ്ടൽ പ്ലേസ് ചെയ്യുക. ഫാമിലി ട്രീ കൂടെ വരയ്ക്കും, പക്കയുടെ മനസ്സിലാക്കി വെക്കുക.
ശരി, അപ്പം എന്താണ് പി ഇൻറ്റു ക്യൂ മീൻസ് പി ഈസ് ദ സൺ ഓഫ് ക്യൂ. ഇനി അടുത്ത എന്താ ക്യൂ മൈനസ് എസ് ആണ്. ഇവിടെ എ മൈനസ് ബി മീൻസ് എ ഈസ് ദ വൈഫ് ബി ആണെങ്കിൽ ക്യൂ മൈനസ് എസ് ആകുമ്പോൾ ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ് എന്ന് പറയാം. അപ്പൊ ക്യൂ എന്താണ് വൈഫ് ആയത് കാരണം ക്യൂ ഇവിടെ സ്ത്രീയാണ്. എസ് അതുകൊണ്ട് ഉറപ്പായിട്ടും പുരുഷനാകും, എസ് അവിടെ ഹസ്ബൻഡ് ആകും. ഓക്കെ, അപ്പം ഫാമിലി ട്രീ വരച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ ക്യൂ ഇസ് ദ ഫാദർ ഓഫ് പി. ക്യൂ പിയുടെ ഫാദർ ആണോ? അല്ല, ക്യൂ അവിടെ ആരാ? മദർ ആണ് അല്ലെ. ക്യൂ മദർ ആയത് കാരണം ഓപ്ഷൻ എ ഒഴിവാക്കാം. സെക്കൻഡ് പി ഈസ് ഡോട്ടർ ഓഫ് ക്യൂ. പി ക്യൂവിൻ ഡോട്ടർ ആണോ? അല്ല, പി ആരാ? ഇവിടെ പുരുഷൻ അല്ലെ, പുരുഷൻ കാരണം സൺ ആണ്, ഓപ്ഷൻ ബിയും ഒഴിവാക്കാം. തേർഡ് വൺ എസ് ഈസ് എ ഫാദർ ഓഫ് പി. എസ് പിയുടെ അച്ഛനാണോ? ഉറപ്പായിട്ടും എസ് ഇവിടെ പുരുഷനാണ്. എസ് പിയുടെ ആരായി? ഫാദർ ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 17. റീഡ് ദ given statements and conclusions carefully and decide which of the conclusions logically follows the statements. ഓക്കെ, ശരി. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, കൺക്ലൂഷൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ട്രൂ ആയിട്ട് കരുതുക. സ്റ്റിക്ക് ഓൺ, ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വേണം നമ്മൾ ആൻസറിലേക്ക് പോകാനായിട്ട്. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ചോദ്യം കൺക്ലൂഷൻസ് ആയത് കാരണം അല്ലെ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആയത് കാരണം നമ്മളിവിടെ ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ ഒന്നും ആക്ച്വലി എന്താ ഇവിടെ ബേസിക്കലി ഒന്നും കമ്പാരിസൺ പാടില്ല. ഓക്കെ, കമ്പാരിസൺ പാടില്ല. ഇതൊന്നും ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളല്ല. നമുക്കിവിടെ ലോജിക്കോ ലോജിക്ക് കോമൺ സെൻസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, സിമ്പതി എമ്പതി യൂസ് ചെയ്യാൻ പാടില്ല. മെയിൻ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് ആകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒന്നും മുൻകൂട്ടി വിചാരിക്കാൻ പാടില്ല. രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, കമ്പാരിസൺ പാടില്ല, ബേസിക്കലി കമ്പാരിസൺ പാടില്ല. അതുപോലെ ലോജിക്കോ കോമൺ സെൻസോ സിമ്പതി എമ്പതി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നോർമലി സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ, റെഗുലാരിറ്റി ഈസ് എ കോസ് ഫോർ എ സക്സസ് ഇൻ എക്സാംസ്. ഓക്കെ, എക്സാമിന് വിജയത്തിന് വേണ്ടിയിട്ട് എന്താണ് എപ്പോഴും റെഗുലാരിറ്റി വേണം. അല്ലെങ്കിൽ ക്ലാസ് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എക്സാം പാസ് ആവുള്ളൂ എന്ന രീതിയിലാണ് സെന്റൻസ് ഫസ്റ്റ് വൺ പറഞ്ഞത് അല്ലേ. സെക്കൻഡ് വൺ, സം ഇറഗുലർ സ്റ്റുഡൻസ് പാസ് ഇൻ ദ എക്സാം. കുറച്ച് ഇറഗുലർ എക്സാം സ്റ്റുഡൻസ് എന്നാണ് പരീക്ഷയ്ക്ക് പാസ് ആയിട്ടുണ്ട്. സ്ഥിരമായിട്ട് വരാത്ത കുറച്ച് കുട്ടികൾ അവിടെ പാസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആയിട്ട് കരുതുക. കൺക്ലൂഷൻ നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ ഇറഗുലർ സ്റ്റുഡൻസ് പാസ് ഇൻ ദ എക്സാം. എല്ലാ ഇറഗുലർ സ്റ്റുഡൻസും സ്ഥിരമായിട്ട് വരാത്ത കുട്ടികളും പാസ്സായി എന്നാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. അതവിടെ ഫോളോ ചെയ്യുമോ? അത് ഫോളോ ചെയ്യില്ല. കാര്യം അതെന്താവും? അത് അസംഷൻ ആയി പോലെ നമ്മൾ അസ്യൂം ചെയ്യുന്ന കേസായി പോകുക, കാരണം ഫോളോ ചെയ്യില്ല. സെക്കൻഡ് വൺ, സം ഇറഗുലർ സ്റ്റുഡൻസ് ഫെയിൽ ഇൻ ദ എക്സാം. കുറച്ച് ഇറഗുലർ സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുമല്ലോ. ഇവിടെ പറയുന്നുണ്ട്, മെയിനായിട്ട് പറയുന്നുണ്ട്, റെഗുലാരിറ്റി ഈസ് എ കോസ് ഫോർ സക്സസ് ഇൻ എക്സാം. റെഗുലാരിറ്റി സ്ഥിരമായിട്ട് വരുന്നത് മാത്രമേ കറക്റ്റായിട്ട് എക്സാമിന് പാസ്സാകാറുള്ളൂ. സെക്കൻഡ് പറഞ്ഞത് കുറച്ച് ഇറഗുലർ സ്റ്റുഡൻസ് മാത്രമാണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ആൾക്കാർ പാസ്സാകാത്ത സിറ്റുവേഷൻ ഉണ്ടെന്നല്ല അർത്ഥം. അത് കാരണം രണ്ടാമത്തെ ഫോളോ ചെയ്യാൻ കൺഫേം ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ എ only 2 follows. ക്ലിയർ ആയോ? അവിടെ സ്റ്റേറ്റ്മെന്റിനകത്ത് പക്കയായിട്ട് പറയുന്നുണ്ട് കുറച്ച് ഇറഗുലർ സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് കുറച്ച് ആൾക്കാർ അതിന് പാസ് ആകാൻ ഒരു വഴിയുമില്ല. ഓക്കെ, അത് കാരണം കൺഫേം ആയിട്ട് പറയാൻ പറ്റും, സെക്കൻഡ് വൺ ഫോളോ ചെയ്യും. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ ദ ഗിവൺ ഫിഗർ ഹൗ മെനി ഹോക്കി പ്ലേയേഴ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, നമ്മുടെ വെൻ ഡയഗ്രാമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നോൺ വെർബൽ റീസണിംഗ് എന്ന ചോദ്യമാണ് വെൻ ഡയഗ്രാം അല്ലേ. ശരി, അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? ഹൗ മെനി ഹോക്കി പ്ലേയേഴ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ. ഈ തന്നിരിക്കുന്ന ഫിഗർ വെച്ചിട്ട് എത്ര ഹോക്കി പ്ലേയേഴ്സ് ഫുട്ബോൾ കളിക്കുന്നവരായിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാൻ പറ്റും. ഈ സർക്കിൾ അല്ലെ, ഈ റൈറ്റ് സൈഡിലുള്ള സർക്കിൾ ആൾക്കാരാണ് ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സ്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് ഹോക്കിയാണ്. അപ്പം എത്ര ഹോക്കി പ്ലേയേഴ്സാണ് ഫുട്ബോൾ കളിക്കുന്നത് അല്ലേ, മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്പേഴ്സാണ് 22ഉം ഈ 19ഉമാണ് എന്താ ഹോക്കി കളിക്കുന്ന ആൾക്കാർ, ഫുട്ബോളിലൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത് അല്ലേ. ഉറപ്പായിട്ടും 22 + 19 കിട്ടും നമുക്ക് 41. ഓപ്ഷൻ സി 41 റൈറ്റ്. അങ്ങോട്ട് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, ഇനി 27 എടുത്താൽ ഹോക്കി മാത്രമേ കളിക്കുകയുള്ളൂ. ഈ 19 മാത്രം എടുക്കുകയാണെങ്കിൽ അവർ ഹോക്കി കളിക്കുന്നവരാണ്, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നതും കൂടെ പ്ലേയേഴ്സ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം, സെലക്ട് നമ്പർ ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ്. ഓക്കെ, അതായത് എന്താ, ഇത് നമ്മുടെ ഓഡ് മാൻ ഔട്ട്. ഇവിടെയും ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരാൾ വ്യത്യസ്തനായ ആളെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതെല്ലാം 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ശരി, ഓക്കെ, ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ ക്യൂബുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും കേട്ടോ. കാര്യം 10 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് എല്ലാം
അവരെ ക്യൂബുകൾ എടുത്തു കഴിഞ്ഞാൽ 10 20 ക്യൂബുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം 4 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ക്യൂബുകൾ വരെ സാധ്യത വളരെ കൂടുതലായിരിക്കും. ജസ്റ്റ് ഓർത്തിരിക്കുക, അവെയർ ആയിരിക്കുക. ഇവിടെ എല്ലാം 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഇവിടുത്തെ വ്യത്യസ്തനാരായിരിക്കും അല്ലേ? നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പറ്റും ഓപ്ഷൻ ഡി അല്ലേ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. കാര്യം ഓപ്ഷൻ എയിലും ബിയിലും സിയിലും എല്ലാം സെയിം നമ്പേഴ്സ് വെച്ചിട്ടുള്ള സംഖ്യയാണ്, നമ്പറുകളാണ് അല്ലേ, അല്ലെങ്കിൽ സെയിം ഡിജിറ്റ്സ് ആണ് ഇവിടെ. എന്നാൽ ഓപ്ഷൻ ഡിയിൽ മാത്രം ഇവിടെ 4 എന്ന് പറയുന്ന എക്സ്ട്രാ ആൾ വന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എടുത്തിട്ട് ഡിജിറ്റ് സം ഡിജിറ്റ് സം എടുത്ത് നോക്കാം. ഡിജിറ്റ് സം എടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ 7 + 2 + 5 + 6 + 3 എത്ര വരുന്നുണ്ട്? 9, 5, 14, 6, 20, 23 അല്ലേ? 23 വരും. ഉറപ്പായിട്ട് ഓപ്ഷൻ ബിയിലെ നമ്പേഴ്സ് എടുത്താലും അവിടെ 23 വരുള്ളൂ. ഓപ്ഷൻ സി എടുത്താൽ 23 സം കിട്ടും. എന്നാൽ ഓപ്ഷൻ ഡി എടുക്കുകയാണെങ്കിൽ അവിടെ 23 ആണോ? 6 + 3 + 7 + 5 + 4 എത്രയായിരിക്കും അവിടെ വരുന്നത്? അവിടെ 25 എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഡിജിറ്റ് സം എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഓടുമനുള്ളിൽ ചോദിക്കാറുണ്ടെന്ന് അവെയർ ആയിരിക്കുക. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. Question number 20. A, B, C, D and E are sitting in a line. C is sitting at the west end and E is the neighbor of B and C. Between A and C there are two persons who is sitting at the east end. ഇതാണ് ചോദ്യം. ഇത് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച് അല്ലെങ്കിൽ സിറ്റിംഗ് അറേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണല്ലേ? ശരി, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 പേര്, ഏത് മുതൽ 5, ഈ വരെയുള്ള 5 പേരാണ്. ഇവർ ഒരു ലൈനിൽ ഇരിക്കുവാണ്. ഇപ്പോൾ പക്ക സ്ട്രെയിറ്റ് ലൈനിലാണ്. അതിൽ പറയുന്നുണ്ട് സി സിറ്റിംഗ് അറ്റ് ദ വെസ്റ്റ്. അപ്പോൾ മൊത്തം 5 പേര്, 1, 2, 3, 4, 5 പേരാണ്. സി എന്ന് പറയുന്ന വ്യക്തി വെസ്റ്റ് എൻഡ്, നമുക്കറിയാം നമ്മുടെ ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്താണ് വെസ്റ്റ്. അപ്പോൾ ഉറപ്പായിട്ടും സി എവിടെയാണ്? ഈ സൈഡ്, ഇവിടെ ഏറ്റവും വെസ്റ്റ് എൻഡിൽ വരും. ഇവിടെ സി വരുന്നു അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സിറ്റിംഗ് ഈസ് ദ നെയ്ബർ ഓഫ് ബി ആൻഡ് സി. ഈ എന്ന് പറഞ്ഞ വ്യക്തി ബിയുടെയും സിയുടെ നെയ്ബർ ആണല്ലേ? അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഈ വരും, ഇവിടെ ബി വരും അല്ലേ? എന്നാൽ മാത്രമേ ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് സിയുമായിട്ടും ബിയുമായിട്ടും നെയ്ബർ ആകാൻ സാധിക്കുകയുള്ളൂ. എന്താ പറയുന്നത്? ബിറ്റ്വീൻ എ ആൻഡ് സി ദർ ആർ 2 പേഴ്സൺ. എയ്ക്കും സിക്കും ഇവിടെ 2 പേര്. എയ്ക്കും സിക്കും ഇവിടെ 2 പേര് എന്നാൽ ഉറപ്പായിട്ടും എയിന് ഇവിടെ പ്ലേസിൽ മാത്രമേ എയ്ക്കും സിക്കും ഇവിടെ 2 പേര് വരത്തുള്ളൂ. കണ്ടോ? ഉറപ്പായിട്ടും ലാസ്റ്റ് ഈസ്റ്റ് എൻഡിൽ ആരായിരിക്കും വരിക? ബാക്കി മിച്ചമുള്ള ഡി ആയിരിക്കും ഈസ്റ്റ് എൻഡിൽ വരുന്നത്. ഉത്തരം പറയാം ഓപ്ഷൻ ബി, ടി. പരിപാടി കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. Question 21. If in a certain code internet is written as TENRETNI, then the same code remember would written as. നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലെ? കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, കണ്ടില്ലേ? സിമ്പിൾ ചോദ്യമാണ്. കാര്യം ഇന്റർനെറ്റ് എന്ന വാക്കിന്റെ കോഡ് ഇതാണ് തന്നിരിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റും. ഈ ഇന്റർനെറ്റ് എന്ന വാക്കിലെ സെയിം ലെറ്റേഴ്സ് തന്നെയാണ് കോഡിനകത്തും ഉള്ളത്. എങ്ങനെ അവിടെ ചെയ്തിരിക്കുന്നത്? ഇന്റർനെറ്റ് INTRNETക്ക് പകരം TNRETNI. ദാറ്റ് മീൻസ് ഇവർ നേരെ ലെറ്റേഴ്സുകളെ റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുവാണ്. ഇന്റർനെറ്റ് നേരെ റിവേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആൻസർ എന്താ വരും? റിമെമ്പർ എന്ന വാക്കിനെ റിവേഴ്സ് ആയിട്ട് എഴുതാം. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ ഒഴിവാക്കാൻ പറ്റും, ഓപ്ഷൻ സി ഒഴിവാക്കാൻ പറ്റും. ഓപ്ഷൻ ബിയും ഒഴിവാക്കാൻ കുഴപ്പമില്ല. കാര്യം റിമെമ്പറിനകത്ത് I ഇല്ല, ഇവിടെ S ഇല്ല. ആണോ? S ഒന്നും വരില്ല. അപ്പോൾ ഡയറക്റ്റ് പറയാം ഓപ്ഷൻ ഡി. സത്യം പറഞ്ഞാൽ ഫുൾ എഴുതുന്ന സമയമുള്ള കാര്യമില്ല. ഓപ്ഷൻസ് ഒഴിവാക്കി ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി തന്നെയാണ് റൈറ്റ് ആൻസർ. ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. Question number 22. In one of the following letter clusters, the number of letters skipped in between the adjacent letters is in a decreasing sequence. Identify the letter cluster. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന 4 ലെറ്റർ ക്ലസ്റ്റേഴ്സിനകത്ത് ലെറ്റേഴ്സിന് ഇടയിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ. ദ നമ്പർ ഓഫ് ലെറ്റേഴ്സ് സ്കിപ്പ് ഇൻ ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് ലെറ്റേഴ്സ്. അടുത്ത ലെറ്റേഴ്സിന് ഇടയിൽ സ്കിപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ ഡിക്രീസിങ് സീക്വൻസിലാണ്. അപ്പം കുറഞ്ഞു വരുന്ന സീക്വൻസിലാണെന്നാണ് പറഞ്ഞത് അല്ലേ? കുറഞ്ഞു വരുന്ന സീക്വൻസിലാണ്. അപ്പം അയാൾ കണ്ടുപിടിച്ചാൽ മതിയാകും. ഇപ്പോൾ ഓപ്ഷൻ എ എടുക്കുവാണെങ്കിൽ U21, P16, G7, I9. ഇവിടെ കണ്ടോ? 7+2 അവിടെ ആഡ് ചെയ്തോ? ഡിക്രീസിങ് സീരീസ് ആണോ അല്ല ഡിക്രീസ് സീക്വൻസ് ആണോ അവിടെ വരുന്നത്? ഒരിക്കലുമല്ല. ഓപ്ഷൻ എ ഒഴിവാക്കാൻ പറ്റും. അവിടെ പറയുന്നുണ്ട് ഡിക്രീസ് സീക്വൻസ് ആയിരിക്കണം. ഓപ്ഷൻ ബി എടുക്കുവാണെങ്കിൽ O15, J10, E5, B2, വീണ്ടും G7 ആണ്. അവിടെയും കണ്ടോ 2+5 അല്ലേ? അങ്ങനെ 7 കിട്ടിയിരിക്കുന്നത്. അവിടെയും ഡിക്രീസ് സീക്വൻസ് അല്ല, അവിടെ എന്താണ് ഇൻക്രീസിങ് ആയിട്ട് പോയി അല്ലേ? അത് കാരണം ഓപ്ഷൻ ബിയും ഒഴിവാക്കാൻ പറ്റും. ഓപ്ഷൻ സി എടുത്താൽ U21, N14, S19 ഉണ്ടോ?
14 പ്ലസ് 5 ചെയ്യേണ്ടി വരുന്നു അല്ലേ. അവിടെയും ഡിക്രീസ് സീക്വൻസ് അല്ല. ഓപ്ഷൻ സി ഒഴിവാക്കിയ ഉത്തരം തരും ഓപ്ഷൻ ഡി തന്നെ. അത് പറഞ്ഞ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ഓപ്ഷൻ ഡി എടുത്താൽ വി 22, ക്യൂ 17, എം 13, ജെ 10, എച്ച് 8 കണ്ടോ. 22 മൈനസ് 5 17, 17 മൈനസ് 4 13, 13 മൈനസ് 3 10, 10 മൈനസ് 2 8. അത് പക്ക ഡിക്രീസിങ് സീക്വൻസ് ആണ്, ഡിക്രീസിങ് സീരീസ് ആണല്ലേ. ക്ലിയർ അല്ലേ? ശരി, ഇത്രയേ ഉള്ളൂ സംഭവം. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ അനാവശ്യമായിട്ട് സമയം കണ്ട കാര്യമില്ല അല്ലേ, എഴുതി സമയം കണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെറ്റേഴ്സ് അല്ല കറസ്പോണ്ട് നമ്പേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇവരെ പറഞ്ഞു ഡിക്രീസ് സീക്വൻസ് ആകണം. ഇപ്പോൾ ഓപ്ഷൻ എ എടുത്താൽ ഇവിടെ ജി കഴിഞ്ഞിട്ട് ഐ വന്നു അല്ലേ, ജി 7 ഐ 9 അവിടെ പ്ലസ് ആണ്. ഓപ്ഷൻ ബി എടുത്താൽ അവസാനം ബി ജി ആണ്, ബി 2 ജി 7 2 കൂടി. ഇവിടെ ഓപ്ഷൻ സി എടുത്താൽ എൻ എസ് ഉണ്ടല്ലോ, N 14 S 19 വീണ്ടും കൂടി പോവാണ് കണ്ടോ. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. അപ്പം അനാവശ്യമായിട്ട് ഈ സമയം കളയാതെ മാക്സിമം നമ്പേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പം ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, എന്താണ് ഇതിനകത്തുള്ള മിസ്സിംഗ് നമ്പർ കണ്ടു അല്ലേ. മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ നമ്പർ പസിൽ എന്ന ടോപ്പിക്കിലെ ചോദ്യമാണ്. ശരി, അപ്പം എന്താ ഇത് ബോക്സ് ആയത് കാരണം അല്ല ടേബിൾ ആയത് കാരണം ഒന്നെങ്കിൽ എന്താ ഇവിടെ വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ആയിരിക്കും ഇവിടുത്തെ മാത്തമിൽ ഓപ്പറേഷൻ സംഭവിക്കുന്നത് അല്ലേ. ഒന്നുകിൽ വെർട്ടിക്കലി ആകാം അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ആകാം. ശരി, ഇനി നോക്കുക, നമ്പേഴ്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. നമ്പേഴ്സ് അങ്ങനെ ഭീകരമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുന്നതാണ് തമ്മിൽ കൂട്ടിയും കുറച്ചും തമ്മിൽ കൂട്ടിയോ കുറച്ചോ ഒരു നമ്പറിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവായിരിക്കും അല്ലേ. തമ്മിൽ കൂട്ടിയോ കുറച്ചോ മറ്റു നമ്പറിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 22 പ്ലസ് ഓക്കെ, ഇപ്പോൾ ഞാൻ വെർട്ടിക്കൽ എടുക്കുവാണ് 20 പ്ലസ് 22 നമുക്ക് 42 കിട്ടുന്നത്. അവിടെ 15 കുറച്ച് വേണമെങ്കിൽ 27 എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അടുത്ത കേസും ഓക്കെ ഇവിടെ എടുക്കുവാണെങ്കിൽ അതുപോലെ വരണം 33 പ്ലസ് 15 എത്ര 48. 48ൻ്റെ കൂടെ ഓക്കെ എത്ര കുറച്ചാലും 23 വരുന്നത്, 25 കുറച്ചാൽ മാത്രമേ നമുക്ക് 23 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ കുറയ്ക്കുന്ന നമ്പേഴ്സ് സെയിം അല്ല. അപ്പം അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. ഓക്കെ ശരി, അപ്പം ഇതല്ല ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. അത് ഈ കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ നോക്കാം, വെർട്ടിക്കൽ നോക്കാൻ പറ്റും. വെർട്ടിക്കൽ എടുത്താൽ അതുപോലെ വരുന്നുണ്ടോ, ഓക്കെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ നോക്കി കഴിഞ്ഞാൽ 20 പ്ലസ് 16 36 ഉണ്ട്. അവിടെ -3 ചെയ്യുമ്പോഴാണ് 33 കിട്ടുന്നത്. ഇവിടെ നോക്കിയേ 27 പ്ലസ് 19 എത്ര വരുന്നുണ്ട്, 46. 46ൽ നിന്ന് 23 കുറച്ചാലേ 23 അല്ലേ. അപ്പോൾ അതും അല്ല. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ നമ്പേഴ്സിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ തമ്മിൽ കൂട്ടിയോ കുറച്ചോ അതിനൊക്കെ എത്തുന്ന പരിപാടി വളരെ സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലും തമ്മിൽ അഡിഷനോ തമ്മിൽ മൾട്ടിപ്ലിക്കേഷനോ സാധിക്കും. ഓക്കെ മനസ്സിലാകുന്നുണ്ടോ? തമ്മിൽ അഡിഷനോ മൾട്ടിപ്ലിക്കേഷനോ സാധ്യതയുണ്ട്. നമ്പേഴ്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഹൊറിസോണ്ടലിയോ വെർട്ടിക്കലോ നമുക്ക് എന്ത് ചെയ്യാം, തമ്മിൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ സാധ്യത നമുക്കുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എല്ലാം അത്യാവശ്യം വലിയ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയ കാരണം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസ്റ്റ് തൽക്കാലം ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേ നമ്പേഴ്സ് എന്തായാലും വരാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഒന്ന് അഡിഷനെ പറ്റി ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ നോക്കുവാണെങ്കിൽ 20 പ്ലസ് 16 പ്ലസ് 33 ചെയ്താൽ എത്ര വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ, 36 69 വരത്തില്ല, 69 കിട്ടുന്നുണ്ട്. ഏതാ ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ. ലാസ്റ്റ് റോ നോക്കുമ്പോൾ 27 പ്ലസ് 19 എത്രയാണ്, 46. 46 പ്ലസ് 23 ഉണ്ടോ, വീണ്ടും 69 തന്നെയാണ്. അപ്പം മുകളിലത്തെ റോയും താഴത്തെ റോയും നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരേ നമ്പറായ 69 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ എന്ത് വരും, ഓൾറെഡി എന്താണ് അവിടെ 22 ഉണ്ട് 15 ഉണ്ട്, എത്രയായി 37 അല്ലേ, 37ആയി. 37ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 67ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 69 കിട്ടുന്നത്. ഇനി 32 പ്ലസ് 32 ചെയ്താൽ മാത്രമേ നമുക്ക് 69 കിട്ടുള്ളൂ. ഓപ്ഷൻ ഡയറക്റ്റ് പറയാൻ പറ്റും. കണ്ടോ, ഇതാണ് സംഭവം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ട്രിക്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നമ്പേഴ്സ് നല്ല സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുവേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് നമ്പർ അല്ലേ. ഇവിടെ എന്താ നമ്പർ അനലോഗിയിൽ, ഇവിടെ വീണ്ടും അനലോഗിയായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം വന്നു. ഇത് നമ്പർ അനലോഗിയാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇവിടെ 25ഉം 16. ഓക്കെ, ഇപ്പോൾ 25:16 41 ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ
ഈ ആദ്യത്തെ 25ഉം 16ഉം ഇയാൾ 5ന്റെ സ്ക്വയറും ഇയാൾ 4ന്റെ സ്ക്വയറുമാണ്. ഓക്കെ, അപ്പം കാര്യം സ്ക്വയർസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ബേസിൽ വരാറുണ്ട്. പക്ഷെ 41 സ്ക്വയറും ഒന്നുമല്ല, ഇതൊരു പ്രൈം നമ്പറാണ്. അപ്പം ഇവിടെ സ്ക്വയറിന്റെ ലോജിക്ക് അവിടെ വർക്ക് ചെയ്യത്തില്ല. പിന്നീട് എന്തായിരിക്കും സംഭവം? അപ്പോൾ എങ്ങനെയാണ് 25നെ 16 ആക്കി ആലോചിച്ച് നോക്കുക. എന്ത് ചെയ്താൽ മതി? 25ന്റെ കൂടെ ഒരു 9 കുറച്ച് നമുക്ക് 16 ആക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് 41ന്റെ കൂടെ ഒരു 9, ഇതേ 9 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നുണ്ട്? നമുക്ക് 32 കിട്ടും. അത് ഓപ്ഷനകത്തുണ്ടോ? അത് ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ഏതായിട്ട് പറയാൻ പറ്റും? വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. അപ്പോൾ ആക്ച്വലി സ്ക്വയേഴ്സും ക്യൂബ്സ് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടി ഈ പറഞ്ഞ അനലോഗിൽ ഉള്ള കേസാണ്. അല്ലെങ്കിൽ സ്ക്വയറുകളുടെയും ക്യൂബുകളുടെയും അടുത്തുള്ള നമ്പേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചോദിക്കാറുണ്ട്. അത് അവയർ ആയിരിക്കുക. ഓക്കെ, ഇവിടെ സിമ്പിൾ ആയിരുന്നു. എന്താണ്? ഒരേപോലെ രണ്ടിടത്തും 9 മൈനസ് ചെയ്തു. ഓക്കെ, ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ 26. ഓക്കെ, വീണ്ടും നമ്മുടെ നമ്പർ സീരീസ് അല്ലെ, നമ്പർ സീരീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് നമ്പർ സീരീസ്. ഓക്കെ, സെലക്ട് ദ നമ്പർ ഫ്രം ദ എമംഗ് ദ ഗിവൺ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, 8, 27, 64, 121, 216 അല്ലേ? ഈ നമ്പേഴ്സ് കണ്ടെത്താനറിയാം. ഇവർ ആരൊക്കെയാ? നമ്മുടെ ക്യൂബ്സ് അല്ലേ, ക്യൂബുകളാണ്, ക്യൂബ്സ് ആണല്ലേ. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ്, 27 3ന്റെ ക്യൂബ്, 64 4ന്റെ ക്യൂബ്, 225 5ന്റെ ക്യൂബ്, 216 6ന്റെ ക്യൂബ്, അടുത്ത 7ന്റെ ക്യൂബായ 343. ഓപ്ഷൻ സി 340 ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂബുകൾ. ഓക്കെ, ക്യൂബ്സ് മിനിമം ഒരു 20 പഠിച്ചിരിക്കണം. സ്ക്വയേഴ്സ് നിർബന്ധമായിട്ട് 30 വരെ മിനിമം കാണാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു ഉപേക്ഷ വിചാരിക്കരുത്. ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 27. വീണ്ടും പിക്ക് ദ ഓഡ് വൺ ഔട്ട് അല്ലേ. വീണ്ടും ഒറ്റേനെ കണ്ടെത്തുവാൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. 4 വാക്കാണ്: ലെപ്പേർഡ്, കൗ, ഡീർ, ടൈഗർ. ഓക്കെ, ഇതിലെ ഒറ്റേനെ കണ്ടെത്തുക. സിമ്പിൾ ചോദ്യമാണ് അല്ലേ. എന്താ സംഭവം? ഓപ്ഷൻ ബി കൗ ആയിരിക്കുമല്ലോ. കാര്യം ബാക്കിയെല്ലാം വൈൽഡ് ആനിമൽസ് ആണ്. ഡീർ വൈൽഡ് ആനിമൽ ആണ്, ലെപ്പേർഡ് വൈൽഡ് ആനിമൽ ആണ്, ടൈഗറും വൈൽഡ് ആനിമൽ അല്ലേ. എന്നാൽ കൗ എന്താ? ഡൊമസ്റ്റിക് ആനിമൽ ആണല്ലേ. ശരി, ഉത്തരം എന്ത് കിട്ടുന്നു? ഓപ്ഷൻ ബി. അപ്പം എന്താ ഇവിടെ ആനിമൽസോട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. നമ്മുടെ വേർഡ് അനലോഗിയാണ്. ഇവിടെ എന്ത് വേണം ചോദിക്കാം അല്ലേ. നമുക്ക് GK, സ്റ്റാറ്റിക് GK, വേർഡ് അല്ലേ, സോറി വേർഡ് അനലോഗി അല്ല, എന്താ വേർഡ് ഓർഡ്മാനോട് അല്ലേ, വേർഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അനലോഗി ആയിക്കോട്ടെ, നമുക്ക് വേർഡ്സോട് ബന്ധപ്പെട്ട ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റിക് GK, ഓക്കെ, സ്റ്റാറ്റിക് GK എന്ത് വേണം ചോദിക്കാം. ഓക്കെ, ഹിസ്റ്ററി, ജോഗ്രഫി എന്തും ചോദിക്കാം. പിന്നെ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫിസിക്സ് എടുത്ത് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിച്ചിരിക്കണം. അത്യാവശ്യം വായിച്ച് പഠിച്ചിരിക്കുക. ഇൻസ്റ്റൻസ് മെഷർമെൻറ്റ്സ് അത്യാവശ്യം വായിച്ച് പഠിച്ചിരിക്കുക. ബയോളജിയിൽ പോകുമ്പോഴത്തെ ഡിസീസസ്, ഓക്കെ, രോഗാവസ്ഥകൾ ഉറപ്പായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം. ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ്, ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ഉറപ്പായിട്ട് വായിച്ച് പഠിച്ചിരിക്കുക. ഇനി ഈ പറഞ്ഞ സ്റ്റാറ്റിക്കിലോട് പോയി കഴിഞ്ഞാൽ ആനിമൽസിനെ ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ എന്താ? ആനിമൽസ് അവരെ എന്താണ് ഫാമിലി അത്യാവശ്യം മനസ്സിലാക്കുക. ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, ഓക്കെ, കളക്റ്റീവ്. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്കൂൾ ഓഫ് ഫിഷസ്, ഓക്കെ, പ്രൈഡ് ഓഫ് ലാൻഡ്, അങ്ങനെ പോകുന്ന കളക്റ്റീവ് അത്യാവശ്യം മനസ്സിലാക്കുക. ആനിമൽസിൻ്റെ സൗണ്ട്, ഹാബിറ്റാറ്റ്, യങ് വൺസ്, ഇതൊക്കെ അത്യാവശ്യം വായിച്ച് പഠിച്ചിരിക്കുക. ഓക്കെ, സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ രാജ്യങ്ങളുടെ ഓരോ കൺട്രീസിൻ്റെ ക്യാപിറ്റൽസ്, കറൻസീസ്, ഓക്കെ, അത് സ്ട്രാറ്റജിക്കൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഫേമസ് പേഴ്സണാലിറ്റീസ്, സ്പോർട്സ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം റിസോഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഐഡിയ എന്തൊക്കെയാണ് പഠിക്കേണ്ട ഐഡിയ ബേസിൽ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ശരി, മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 28. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാംസ് ബെസ്റ്റ് റെപ്രസെന്റ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ, ഫാദർ ആൻഡ് ബ്രദർ? ഓക്കെ, അപ്പം ഈ മാനും ഫാദറും ബ്രദറുമായിട്ട് ബന്ധപ്പെട്ട ബെസ്റ്റ് ഡയഗ്രാം മനസ്സിലാക്കുക അല്ലേ. അപ്പം നമ്മുടെ വെൻ ഡയഗ്രാമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടത് ഇത് രണ്ടാമത്തെ ചോദ്യമാണ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി അനലോഗിയുടെ ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓടുമാനോട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഈ ഷിഫ്റ്റിൽ മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ സിസ്റ്റം 2 ക്വസ്റ്റ്യൻ കണ്ടു. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ വെൻ ഡയഗ്രാം 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടല്ലേ. ശരി, അപ്പോൾ അതിരിക്കുന്ന ഫിഗറിനകത്ത് മാൻ, ഫാദർ, ബ്രദർ ഇവരെ 3 പേരും ബെസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ വരുന്ന വെൻ ഡയഗ്രാം ആരായിരിക്കും വരിക? ഓക്കെ, ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഫസ്റ്റ് വലിയ സർക്കിൾ മാനോട് എടുത്തു കഴിഞ്ഞാൽ, പുരുഷനെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിലാണ് ഫാദർ വരുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ബ്രദറും വരും. പിന്നെ കുറച്ച് ഫാദർ അല്ലേ ബ്രദേഴ്സ് ആകാം, കുറച്ച് ബ്രദേഴ്സ് ഫാദറും ആകാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റിലേഷനാണ് പക്കയായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഓപ്ഷൻ എ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരാൾ മാനും ഒരാൾ ഫാദറും ബ്രദറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ ബ്രദേഴ്സും മാനകത്ത് വരുന്നില്ല അല്ലേ. ക്ലിയർ അല്ലേ? ഇനി ഓപ്ഷൻ സി എടുക്കുകയാണെങ്കിൽ ഇത് മാൻ എടുക്കുന്നു, ഇത് ഫാദർ എടുക്കുന്നു, ബ്രദർ എടുക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഫാദറും ബ്രദറും നമ്മളിവിടെ ഒരു റിലേഷനും അവിടെ തോന്നിക്കുന്നില്ല, വരുന്നില്ല. അത് ഉറപ്പിക്കാൻ പറ്റുമോ? അവിടെ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ബ്രദേഴ്സും ഫാദർ ആവാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഫാദേഴ്സും ബ്രദർ ആകാറുണ്ട്. അപ്പം അവിടെ
അവിടെ നോ റിലേഷൻ പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഇതെടുക്കുവാണെങ്കിൽ എന്താ, ഒരാൾ പുറത്ത് കിടക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഫാദർ ആകാം, അല്ലെങ്കിൽ ബ്രദർ ആകാം, അല്ലെങ്കിൽ മാൻ ആകാം. അപ്പം ബേസിക്കലി ഇവർ മൂന്നിനും റിലേഷൻ ഉണ്ടാകണം. അതാണ് നമുക്ക് ഓപ്ഷൻ എ ഒഴിവാക്കി, ഓപ്ഷൻ സി ഒഴിവാക്കി, ഓപ്ഷൻ ഡിയും ഒഴിവാക്കി. ക്വസ്റ്റ്യൻ 29. So the option in which the words share the same relationship as that shared by the given pair of words. Okay, അതായത് ഇതാണ് കാറ്റ് മ്യൂ, ഈ ഒരു റിലേഷൻ പോലെ വരുന്ന റിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ വേർഡ് അനലോഗി. ഓക്കെ, വേർഡ് അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്ലിയർ അല്ലേ? വേർഡ് അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്റ്റാറ്റിക് ജി കെ. ഓക്കെ, എന്ത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞു, ഓടുമാനോട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലേ, വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിട്ട് എന്തും ചോദിക്കാം. ഇവിടെ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഓർക്കുക, ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ നിങ്ങൾ കുറച്ച് അത്യാവശ്യം വായിച്ച് പഠിച്ചിരിക്കണം. ഒന്ന് ഈ പറയുന്ന ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ്. ഓക്കെ, ഹാബിറ്റാറ്റ്. ഓക്കെ, അതുപോലെ സൗണ്ട്, അതുപോലെ യങ് വൺസ്. ഓക്കെ, യങ് വൺസ്, അതുപോലെ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ പ്രൈഡ് ഓഫ് ലൈൻ, അതുപോലെ വരുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. അതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ അത്യാവശ്യം വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ മാക്സിമം പ്ലേസ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ കാറ്റ് മ്യൂ അല്ലേ, ഇപ്പോൾ കാറ്റിൻ്റെ സൗണ്ടാണ് ഈ പറയുന്ന മ്യൂ എന്ന് പറയുന്നത്, മ്യൂ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൾ, ഇപ്പോൾ ഓപ്ഷൻ എ എടുക്കുവാണെങ്കിൽ ഡക്കിൻ്റെ ഉറപ്പായിട്ടും സൗണ്ട്, ഡക്കിൻ്റെ സൗണ്ട് എന്താ വാക്ക് തന്നെയാണ്. ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഒഴിവാക്കാം. ജാക്കൽ ആക്ച്വലി ഹൂട്ടല്ല, ജാക്കലിൻ്റെ ആക്ച്വലി എന്താണ് ഹൗൾ. ഓക്കെ, ഹൗളാണ്. ഓക്കെ, ഓരിടുക, ഹൗളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി അതുകൊണ്ടല്ല. പിന്നെ ഓപ്ഷൻ സി ഡി നമുക്ക് ഒഴിവാക്കാൻ പറ്റും, രണ്ടും സൗണ്ട്സ് വരുന്നില്ല. ഇനി ഔൾ എടുക്കുവാണെങ്കിൽ അത് ആക്ച്വലി ഔളിൻ്റെ ആക്ച്വലി ഹൂട്ടാണ്. ഓക്കെ, ഹിസ് ആക്ച്വലി സ്നേക്കിൻ്റെ കേട്ടോ, സ്നേക്കിൻ്റെ ആണ് വരുന്നത്. ഓപ്ഷൻ ഡിയും ഒഴിവാക്കാം. ക്ലിയർ അല്ലേ? അപ്പം മാക്സിമം പറ്റുമെങ്കിൽ ആനിമൽസിൻ്റെ സൗണ്ട്സ് ഉണ്ടാക്കുന്ന അത്യാവശ്യം വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ശരി, മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 30 നമ്മുടെ ഈ ഷിഫ്റ്റിനകത്ത് റീസണുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്, സെലക്ട് ദ നമ്പർ ഫ്രം ദ എമംഗ് ഗിവൺ ദ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഈ മിസ്സിംഗ് നമ്പർ ആയിരുന്നു കണ്ടുപിടിക്കണം അല്ലേ. വീണ്ടും നമ്പർ പസിൽ. ഓക്കെ, നമ്പർ പസിലായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ചോദ്യമാണ്. ഇവിടെ മിസ്സിംഗ് നമ്പർ ആയിരുന്നു കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം ഫസ്റ്റ് അല്ലേ, ഈ രണ്ട് പേര് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. എന്താണ്, 90നെ ഈ 5 കൊണ്ട് പൂർണ്ണം ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 80നെയും ഈ 4 കൊണ്ട് പൂർണ്ണം ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 120നെയും ഈ 6 കൊണ്ട് പൂർണ്ണം ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ എന്തായിരിക്കും സംഭവം, 90/5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് 90/5 എന്ന് പറഞ്ഞാൽ 18 ആണല്ലോ. എന്നിട്ട് മൂന്നാമത്തെ നമ്പറായ 7 ആഡ് ചെയ്യുമ്പോൾ 25 എന്ന് പറയുന്ന ലാസ്റ്റ് നമ്പർ കിട്ടി അല്ലേ. അതായത് ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ സെക്കൻഡ് നമ്പർ. ഓക്കെ, പ്ലസ് തേർഡ് നമ്പർ ആണ് ആര്, നമ്മുടെ ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കാം, 120/6 എത്രയാണ്, 20 പ്ലസ് തേർഡ് നമ്പറായ 10 ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പറായ 30 കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും, 80/4, അതും 20 ആണ്. പ്ലസ് 6 ചെയ്യുമ്പോൾ അല്ലേ, തേർഡ് നമ്പർ 6 ചെയ്യുമ്പോൾ 26 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ അതുകൊണ്ട് ഓപ്ഷൻ സി കണ്ടോ, 26 എന്ന് കിട്ടും കണ്ടോ. സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടേബിളിനകത്ത് ഏറ്റവും മുകളിലാണ് വലിയ നമ്പേഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ താഴത്തെ 3 പേരെ വെച്ചിട്ട് അതിലേക്ക് വേണമെങ്കിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇപ്പോൾ 25 ലാസ്റ്റ് നമ്പർ 25 -7 ചെയ്യുമ്പോൾ 18 കിട്ടും. എന്നിട്ട് × 5 ചെയ്യുവാണെങ്കിൽ ഉണ്ടോ ഏറ്റവും മുകളിലത്തെ 90 കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, ഇങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ നമ്പേഴ്സിനെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒരു നമ്പറിലേക്ക് എത്താൻ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഇവിടെ ട്രിക്സും കാര്യങ്ങളൊന്നുമില്ല, മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. നമ്പേഴ്സ് നല്ല സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കാര്യം നമ്പർ സീരീസ് ഉണ്ട്, നമ്പർ പസിൽസ് ഉണ്ട്, നമ്പർ അനലോഗി ഉണ്ട്, നമ്പർ ഓടുമെനോട്ടുണ്ട്. ഈ 4 ടോപ്പിക്സ്, പിന്നെ ബോർഡ് മാസ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ 5 ടോപ്പിലാണ് ബേസിക്കലി നമ്പേഴ്സോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻ മിനിമം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നു വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനി പ്രാക്ടീസ് ചെയ്യുക. ഉള്ള സമയത്തിന് ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സ്പീഡ് ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ 30 ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം ഒരു 15 മിനിറ്റ്സ് കൊണ്ട് പരിപാടി തീർക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം മറ്റ് ടോപ്പിക്സിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വേണം. 30 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമുള്ള എഴുത്തൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട്, ഓക്കെ, എത്ര പേന ഒഴിവാക്കാൻ എത്ര സമയം ലാഭം കിട്ടും, മാക്സിമം എഴുത്ത് ഒഴിവാക്കി ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. പല ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുഞ്ഞു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് കാണാം. താങ്ക് യു.